കൃഷ്ണനായിരിക്കുക ജീവിതത്തിൽ എന്നുള്ള. കൃഷ്ണൻ കണ്ടില്ലേ, പരമയോഗിയാണ്, പരമസാത്വികനാണ്, വായ തുറന്ന സത്യം മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം അദ്ദേഹം പറഞ്ഞ് സത്യമായി ഭവിക്കും. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. ആ ജീവിതം എടുത്ത് നോക്കൂ, എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വളരെ സിമ്പിളാണ്. എത്ര ദിവസം കൊണ്ട് ഇരിക്കാൻ പറ്റും, എത്ര സമയം കൊണ്ട് എന്നൊക്കെ ചോദിച്ചവർ വരെ ഉണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ കുറച്ച് കാലം ഇത് പെയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇരിക്കാം. പക്ഷേ അപ്പോൾ ഞാൻ പറയും ഒറ്റ ദിവസം കൊണ്ട് ഇരിക്കാം, പക്ഷെ ഒരു 3-4 മാസം നടക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ. ഗൂഗിൾ ഒരിക്കലും നമ്മുടെ ഒരു ഗുരുവായിട്ട് വർക്ക് ചെയ്യില്ല. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ ആണെന്നുള്ള മനസ്സിലാക്കുക. നമ്മുടെ സെർച്ചിനെ എൻഹാൻസ് ചെയ്യാൻ അത് പറ്റും. ആ സെർച്ചിന് കൃത്യമായ ഉത്തരം തരാൻ ഗുരുവിന്, ഫിസിക്കൽ ഗുരുവിന് മാത്രമേ പറ്റുള്ളൂ. ഒരുപാട് പോസ്റ്ററുകൾ ഇപ്പോൾ കാണാം, കുണ്ടലിനി ഉയർത്തി കൊടുക്കും, താഴ്ത്തി കൊടുക്കും, കിടത്തി കൊടുക്കും, മലർത്തി കൊടുക്കും, അങ്ങനെ കുറേ പരസ്യങ്ങൾ തന്നെ 99 രൂപയ്ക്ക് കുണ്ടലിനി ഉണർത്തുന്നവരൊക്കെ ഉണ്ട്. അതായത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ പരസ്യം കാണല്ലോ ഫേസ്ബുക്കിലൊക്കെ, 99 രൂപയ്ക്ക് നമുക്ക് കുണ്ടലിനി ഉണർത്താം. പക്ഷേ ഉണർന്ന കുണ്ടലിനി താഴത്തേക്ക് വരാൻ പിന്നെ ചിലപ്പോൾ ലക്ഷങ്ങൾ ചിലവാകും, കാരണം ആശുപത്രി കൊടുക്കണ്ടേ. നിങ്ങളുടെ കുറവുകളൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയതിനൊന്നും അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് ഇപ്പം തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ചിരി വരും. ആ മുഖം തെളിയും, ഉറപ്പായിട്ടും തെളിയും, 100% ഉറപ്പാണ്. അതാണ് ബി അവെയർ, ജാഗ്രത. ഒറ്റ വാക്കാണ്, ഉത്തിഷ്ഠത ജാഗ്രത എന്ന് വെറുതെ അല്ല അദ്ദേഹം പറഞ്ഞത്. വിവേകാനന്ദ സ്വാമി വെറുതെ ആണോ പറഞ്ഞത്? ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യരാവാൻ നിബോധിത എന്ന് പറഞ്ഞത് വെറുതെ അല്ലല്ലോ. നമസ്തേ, എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചില സബ്ജക്റ്റ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതോടൊപ്പം തന്നെ അതിനേറ്റവും ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതിൽ സബ്ജക്റ്റാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ച് വന്ന യോഗം, മെഡിറ്റേഷൻ, അത് ശരിക്ക് ഉള്ളിലോട്ട് പോകുമ്പോൾ ഒത്തിരി കൺഫ്യൂഷൻസൊക്കെ ഉണ്ട്. അത് കാരണം ഇതിനോട് വളരെ അനുബന്ധമായി കിടക്കുന്ന കുറേ സബ്ജക്റ്റുകൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഇന്ന് സംസാരിക്കാനായി നമ്മളൊപ്പം ശിവനാഥ്. നമസ്തേ. നമ്മൾ പറഞ്ഞു നിർത്തിയത് യോഗയിൽ തന്നെയാണ്. അത് കഴിഞ്ഞ് യോഗ നിദ്ര എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോയി, ധ്യാനത്തോട് കൂടിയിട്ടുള്ളത്. അതൊരു ചെറിയൊരു എന്താ പറയുക, വളരെ ചെറിയ രീതിയിലാണ് നമ്മൾ ചെയ്തു നോക്കിയത് അല്ലേ. അപ്പം ഈ യോഗയിലൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും ആൾക്കാരുടെ ഒരു പ്രശ്നം ഇന്ന് ഓൺലൈൻ അതുപോലെ ഓഫ്ലൈൻ, നേരിട്ട് ഗുരുവിൻ്റെ നിന്ന് കിട്ടുന്നതും കൂടാതെ പലരും ഉണ്ടാകുന്നൊരവസ്ഥ നമുക്ക് റെക്കോർഡഡ് ക്ലാസ് വരെ കിട്ടുന്നൊരവസ്ഥ ഉണ്ടെന്ന്. അങ്ങ് ഇതിനെ ഒരു ഓവറോൾ ഒരു ഹോളിസ്റ്റിക്കായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങ് ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? കാരണം ഒരു യോഗ സ്റ്റുഡൻ്റായിട്ട് തന്നെ ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്തു. ആൻഡ് യു ബീങ് കേരളത്തിലെ നമ്പർ 1 യോഗ പോസ്റ്റർ ഒക്കെ അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടായി. അത് കഴിഞ്ഞ് അങ്ങ് യോഗ പഠിപ്പിക്കുന്ന മാസ്റ്റർ ആവുന്നു. അപ്പം അങ്ങനെ 2 തരത്തിലൂടെ നോക്കി കാണുന്ന സമയത്ത്, കാരണം എനിക്ക് തോന്നുന്നു പഠിപ്പിക്കാനായിട്ടല്ല അങ്ങ് ആദ്യം പഠിച്ചത്, ഇൻട്രസ്റ്റോടെ പഠിച്ച ആളാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ യോഗ പഠിച്ചിട്ടില്ല. ശരിക്കും അതിങ്ങനെ സംഭവിച്ചു പോയിരുന്നു. ഞാൻ കളരിപ്പയറ്റാണ് പഠിച്ചത്. ഇന്നും കളരിപ്പയറ്റുകാരൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചിങ്ങനെ ചെയ്തു എന്ന് പിന്നെ അതിലേക്ക് അങ്ങനെ നമ്മൾ സ്ലിപ്പ് ചെയ്ത് അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീണ് പോവുകയാണ് ചെയ്തത്. പിന്നെ എനിക്ക് തിരിച്ചു കയറാൻ ഇതുവരെ തോന്നിയിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പം ഇതിൽ ഫിസിക്കൽ ടീച്ചേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഞാൻ ഓൾറെഡി മുന്നത്തതിൽ പറഞ്ഞപ്പോൾ തന്നെ ഇറ്റ് വാസ് ഹാപ്പനിങ്, സംഭവിക്കുകയായിരുന്നു. ആ യോഗം സംഭവിക്കുകയാണ് വേണ്ടത്, അതുപോലെ അത് സംഭവിക്കുകയായിരുന്നു. വളരെ സ്വാഭാവികമായിട്ട് ഓരോ പോസ്റ്ററുകളിലേക്ക് വരികയും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് ആളുകൾ വന്നിട്ട് ആരെങ്കിലും അതിൻ്റെ ഒരു കറക്ഷൻ നമുക്ക് തരികയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാനതിനെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ കത്തുകൾ എന്നാണ്. അപ്പോൾ എവിടുന്നെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ ഒരു കത്ത് വരും. അപ്പോൾ ആ കത്ത് നമ്മൾ പൊട്ടിച്ച് വായിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അത് ഞാൻ ദൈവത്തിൻ്റെ കത്തുകൾ എന്ന് വിളിക്കുന്നത് ഞാൻ കുറച്ചുകൂടി ഈ ഒരു വിഷയം പറഞ്ഞ ശേഷം ഞാൻ വിശദാക്കാം. അപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ ഓൺലൈനിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓൺലൈൻ നമ്മൾ ആദ്യമായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് ചെയ്തു തുടങ്ങിയത് നമ്മുടെ കോവിഡ് കാലഘട്ടത്താണ്. എല്ലാവരും വീട്ടിലിരിക്കുക, പുറത്തു പോകാൻ പറ്റില്ല, അപ്പോൾ എന്തെങ്കിലും ശാരീരികമായിട്ട് ചെയ്യണം എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് ഓൺലൈൻ അവിടെ ഓപ്പൺ ആവുന്നത്, ഓൺലൈൻ്റെ സാധ്യത ഓപ്പൺ ആവുന്നത്. സാധ്യത ഓപ്പൺ ആയതിനു ശേഷം വളരെ കാര്യക്ഷമമായിട്ട് തന്നെയാണ് അത് തുടങ്ങി മുന്നോട്ട് പോയത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് യോഗ ടീച്ചർ ആവാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരസ്യങ്ങൾ ഇന്ന് കാണാം. 1 മാസം കൊണ്ട് യോഗ ടീച്ചർ. എന്നെ ഒരുപാട് പേര് വിളിച്ചു വയ്ക്കാറുണ്ട്, എത്ര സമയം പിടിക്കും യോഗ ടീച്ചർ ആവാൻ. അപ്പോൾ ഞാൻ എന്നും ഓർക്കുന്ന ഒരു കഥയുണ്ട്. അപ്പം ഞങ്ങൾ സൂചിക്കിരിക്കുക എന്ന് പറയും കളരിയിൽ, അതായത് ഫുൾ സ്ട്രെച്ച് ചെയ്തിട്ട് കാല് വൈഡ് ചെയ്തിരിക്കുന്നത് ഞങ്ങളൊക്കെ ഇന്നും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ്സിൽ വരുന്ന ഒരാൾ വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എത്ര ദിവസം കൊണ്ട് ഇരിക്കാൻ പറ്റും, എത്ര സമയം കൊണ്ട് എന്നൊക്കെ ചോദിച്ചവർ വരെ ഉണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ കുറച്ച് കാലം ഇത് പെയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇരിക്കാം. പക്ഷേ അപ്പോൾ ഞാൻ പറയും ഒറ്റ ദിവസം കൊണ്ട് ഇരിക്കാം, പക്ഷെ ഒരു 3-4 മാസം നടക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ.
വേറെ പ്രശ്നമൊന്നുമില്ല. ഒറ്റ ദിവസം കൊണ്ട് വേണമെങ്കിൽ ഇരിക്കാം. നമ്മൾ സോപ്പ് കാലിൻ്റെ അടിയിൽ വെച്ചിട്ട് അങ്ങനെ ഇരുന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ഇരിക്കാമെന്ന് പറയും. അതേ അതിനുള്ള മറുപടിയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവർ പറഞ്ഞാൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഓൺലൈന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവരുടെ വീട്ടിലും അവരവർക്ക് ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സ്പേസിൽ ഇരുന്നു കൊണ്ട് ചെയ്യാം. പിന്നെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ്, അതൊരു നമ്മൾ കാണുന്നൊരു വിഷ്വൽ ഏരിയ ഉണ്ട്, അതിൽ കവർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ എടുക്കാവൂ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരുപാട് നമ്മൾ മാസമായിട്ടൊരു ക്ലാസ് എടുക്കുന്ന പോലെ ഈ ഫിസിക്കൽ സെഷൻ എടുക്കുന്നതിനൊരു പരിധിയുണ്ട്. അതായത് 100 സ്റ്റുഡൻസ് 500 സ്റ്റുഡൻസ് ഒന്നും വൺ ഗോല് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് വേണ്ടതാണ്. രണ്ട് തരത്തിലും പറ്റില്ല. അപ്പം അത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഒരു ചെറിയ കമ്മ്യൂണിറ്റീനെ എടുത്ത് വളരെ കാര്യക്ഷമമായിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. മൾട്ടിപ്പിൾ ബാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സുഖകരമായിട്ടുള്ളൊരു കാര്യം. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ രാജ്യത്തെ എവിടേക്കും നമ്മുടെ ടീച്ചിങ്സിനെ എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഓത്തൻറ്റിക്കായ ജെനുവിനായ യോഗത്തിനെ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന അലൈൻമെൻറ്റ് എന്ന് പറയുന്ന വിഷയത്തിൽ. യോഗത്തിൽ ഓരോ ആസനത്തിന് അലൈൻമെൻറ്റ് ഉണ്ട്. അലൈൻമെൻറ്റ് ചെറുതായിട്ട് അലൈൻമെൻറ്റ് ഒന്ന് മാറിയാൽ അതിൻ്റെ സ്വഭാവം മാറും. ഇപ്പോൾ ഞാനും താങ്കളും ഇരിക്കുന്ന പൊസിഷൻ വ്യത്യാസമുണ്ട്. താങ്കൾ 2 കാലും സ്റ്റഡി ആയിട്ട് വെച്ചിരിക്കും. ഞാൻ എൻ്റെ വലത്തെ കാല് മുകളിൽ കയറ്റി വെച്ചിട്ടായിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സൂര്യനാടിയാണ് മുകളിലിരിക്കുന്നത്. ഞാനിപ്പോൾ കീപ്പ് ചെയ്യുന്നത് ആചാര്യസ്ഥാനമാണ്. അതായത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. ലിസണർ ആണെങ്കിൽ ഞാൻ ഓപ്പോസിറ്റ് കാലാണ് വയ്ക്കുക. അപ്പം ഇതിങ്ങനെ ഓരോന്നിനും ഓരോ പൊസിഷനിങ് വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇരിക്കുന്നതിന് ഇത്രയും പൊസിഷനിങ് ഉണ്ടെങ്കിൽ ഒരു ആസനം ചെയ്യുന്നതിന് അത്രയും പൊസിഷനിങ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റാക്കിയിട്ട് നമുക്ക് തിരുത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ ഈ റീലുകളൊക്കെ കണ്ടിട്ട് യോഗ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട്. യൂട്യൂബിൻ്റെ റെക്കോർഡഡ് വേർഷൻസ് കണ്ടിട്ട് ഓൾറെഡി നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ആ റെക്കോർഡഡ് വേർഷൻ ഉപകാരപ്പെടും. അല്ലാത്തൊരാൾക്ക് റെക്കോർഡഡ് വേർഷൻ ആദ്യമായിട്ട് കിട്ടുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ കുറച്ചുകൂടി വലിയ തലത്തിലേക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയം വരുമ്പോൾ അവിടെ ഫിസിക്കലി ഒരു ഗുരുവിൻ്റെ ആവശ്യം വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഗുരു എന്ന് പറയുന്നത് നമ്മളേറ്റവും വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരാളെ നമ്മൾ നോക്കുക. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഏറ്റവും കാര്യക്ഷമമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളെ നമ്മൾ ഗുരുവായിട്ട് എടുക്കേണ്ടത്. എളുപ്പത്തിൽ കിട്ടുന്ന ആൾ ചിലപ്പോൾ നമ്മളതിനെ അപകടത്തിൽ ചാടിക്കാനും മതി. ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവരും ഗുരുപ്പൊങ്ങച്ചൻ പറയുന്ന ആൾക്കാരാണ്. ഞാൻ ഇന്ന ആളുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് ഗുരുപ്പൊങ്ങച്ചൻ എന്ന് വിളിക്കാൻ ആ ഒരു പരിപാടി നമ്മളെല്ലാവരും കാണിക്കുന്നു. എൻ്റെ ഇന്ന പരമ്പരയിൽപ്പെട്ട ആളാണ്. ദേവതയെ വരെ വിളിച്ചു പറയും. ഇന്ന ദീക്ഷകളുണ്ട് എന്ന് പറയുക. ഇതൊക്കെ ഒരു നമ്മൾ പണ്ട് സർട്ടിഫിക്കറ്റാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ദീക്ഷ ഇന്ന ആൾക്കാരുടെ ദീക്ഷ ഇന്ന പരമ്പര. യോഗത്തിലും അങ്ങനെയാണ്. ഞാൻ മറ്റേ PhD ആണ്, മൈസൂർ സ്കൂളിലത്തെ സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. സാധാരണ ഒരു ആസനം ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്താണ് അവസ്ഥ എന്നുള്ളത്. ഇത് തിരുവണ്ണാമലയിലിരിക്കുമ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വരാറുണ്ട്. അവർ ടീച്ചേഴ്സായിട്ടാണ് വരിക. ഇവരാണ് പഠിപ്പിക്കുന്നത്. ഇവരെന്നെ അസുഖമായിട്ടാണ് വന്നേക്കണേ. നടുവേദനയാണ്, അവിടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം ഇത് കാണുമ്പം ശരിക്കും ഇത് ചെയ്ത അസുഖമൊന്നും വരില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അത് ആയുർവേദം പറയുന്നുണ്ടല്ലോ, നമ്മുടെ പൂർവ്വജന്മകൃതം കർമ്മം വ്യാധി രൂപേണ ജായതേ എന്ന് പറയുന്നത്. പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾ വ്യാധിയായിട്ട് ഈ ജന്മത്തിൽ പ്രതിഫലിക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. നമ്മൾ യോഗമാർഗ്ഗത്തിലൂടെയും ഭക്തിമാർഗ്ഗത്തിലൂടെയും തന്ത്രത്തിലൂടെയൊക്കെ പോകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാം. കാരണം ദേവതയുടെ ബലം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവാം. യോഗത്തിൻ്റെ മാർഗ്ഗത്തിൽ ചെയ്യുമ്പോൾ ശാരീരികമായിട്ടും പ്രാണബലം കൂടുന്നത് കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവാം. അല്ലാതെ ഇതിനെ ഓവർകം ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഗുരുവിൻ്റെ സ്ഥാനം ഏത് മാർഗ്ഗത്തിലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഗൂഗിൾ ഒരിക്കലും നമ്മുടെ ഒരു ഗുരുവായിട്ട് വർക്ക് ചെയ്യില്ല. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ ആണെന്നുള്ള മനസ്സിലാക്കുക. നമ്മുടെ സെർച്ചിനെ എൻഹാൻസ് ചെയ്യാൻ അത് പറ്റും. ആ സെർച്ചിന് കൃത്യമായ ഉത്തരം തരാൻ ഫിസിക്കൽ ഗുരുവിന് മാത്രമേ പറ്റുള്ളൂ. അതിന് എപ്പോഴും യോഗത്തിലായാലും ഏത് മാർഗ്ഗത്തിലായാലും മന്ത്രം എടുക്കുകയാണെങ്കിലും ഒക്കെ നമ്മളൊരു ഗുരുവിൻ്റെ അടുത്ത്, അതിപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസും അദ്ദേഹം കേപ്പബിൾ ആണെങ്കിൽ, അദ്ദേഹത്തിന് കഴിവുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് സാധ്യതയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അത് കുഴപ്പമില്ല. ഞാനിപ്പോൾ കോവിഡ് കാലം മുതൽ ഇത്രയും കാലം വരെ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഇവിടെ എനിക്ക് കുറവാണ്. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ ക്ലാസ് എടുക്കുന്ന സ്ഥലങ്ങൾ സ്വിറ്റ്സർലാൻഡ്, USA, അതുപോലെ തന്നെ കുറച്ച് സ്റ്റുഡൻസ് UK യിലുണ്ട്. ഇത്രയും പേർക്ക് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഇന്നും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അവർ നിർത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്കത് താല്പര്യമുള്ളതുകൊണ്ട്. അവിടെയൊന്നും കിട്ടാത്തതൊന്നല്ലല്ലോ. അപ്പോൾ അത് അവർ കൃത്യമായിട്ടുള്ള ഗൈഡിങ്ങാണ് അവർ നോക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ എളുപ്പത്തിൽ കിട്ടുന്നതിനെ അല്ല അവർ നോക്കുന്നത്. കൃത്യമായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആളെന്നെയാണ് അവർ സെർച്ച് ചെയ്യുന്നത്. അതാണ് വേണ്ടത് ഈ മാർഗ്ഗത്തിൽ. ലെസർ നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് മോർ അറ്റൻഷൻ. എപ്പോഴും ഒരു ചെറിയ ബാച്ചുകളായിട്ട് കൂടുതൽ ബാച്ചുകൾ ചെയ്യാം. അതെ. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആവുന്നതാണെങ്കിൽ കുറച്ചും കൂടി വലിയ ബാച്ച് ചെയ്യുന്നുള്ള കുഴപ്പമില്ല. തീർച്ചയായിട്ടും. അത് നമ്മൾ ഫിസിക്കൽ പ്രസൻസ് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇപ്പം റിമോട്ട് റോബോട്ടിക് സർജറി നടക്കുന്ന ഈ കാലത്ത് യോഗ പഠിപ്പിക്കുന്നതിൽ, ഓൺലൈൻ പഠിപ്പിക്കുന്നതിൽ ഒരു ഇൻഡയറക്റ്റ്ലി തെറ്റില്ല എന്നുള്ളതാണ്. ഇല്ല. കാരണം അത്രയും ജനങ്ങളുടെ ജനസാന്ദ്രത കൂടുന്ന സമയത്ത് ഇങ്ങനത്തെ എല്ലാ മാർഗങ്ങളും അതിൻ്റെ, കാരണം നമ്മളാരും ഇൻട്രൊഡ്യൂസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ കംപ്ലീറ്റ് ഓൺലൈൻ. ഈവൻ സൂം ഉണ്ടെങ്കിൽ പോലും ഒഫീഷ്യൽ കമ്പനീസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ.
ഇന്ന് സൂം വയസ്സായ ഏത് ആൾക്കാർക്കും അറിയാം അല്ലേ, അത് എടുക്കാനും റെക്കോർഡാവുന്നതും എല്ലാം ലോഗിൻ ചെയ്യാനോ അതിൻ്റെ പിൻ നമ്പറൊക്കെ അറിയാം. അത് നമ്മൾ കോവിഡ് പഠിപ്പിച്ച ഒരു പാഠമാണ് അല്ലെ, നമ്മളെല്ലാവരും അങ്ങോട്ട് തിരിച്ചു എന്നുള്ളതാണ്. ഹോം സ്കൂളിംഗ് വരെ ഇപ്പം കംപ്ലീറ്റായിട്ട് ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്യുന്നൊരു സ്കൂളിംഗ് രീതിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ യോഗ എന്നുള്ള സ്ഥലത്ത് പല സമയത്തും ഈ മെഡിറ്റേഷനാണ് കടന്നു വരുന്നത് അല്ലേ. കാരണം ഒരു തരത്തിൽ തോന്നുന്നത് ആയാസപൂർവ്വം ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ് മെഡിറ്റേഷൻ. കാരണം മനസ്സിനൊരു സമാധാനമാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഒരു എക്സാമ്പിളും ചെയ്യുകയുണ്ടായി. പക്ഷേ അങ്ങ് ചക്രങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ ചക്രസാധന പല ഉപാസന രീതികളുമായി എന്താ പറയുക ക്രോഡീകരിച്ച് പറയുന്ന ഒരു ഇതുണ്ട്. ഇപ്പം കുണ്ടലിനി അവേക്കനിങ്, ഇത് സ്ത്രീ പുരുഷ ബന്ധങ്ങളിലൂടെയാണ് ഉണ്ടാവാമെന്നും, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു ചില പരമ്പരാഗതമായ ഉപാസനാ മാർഗങ്ങളുണ്ടെന്ന് പറയുകയും, ഇത് വിദേശികൾ ഉൾപ്പെടെ നമ്മൾ പല സംഭാഷണങ്ങളും വന്ന വിദേശികൾ ഉൾപ്പെടെ സ്വദേശികളാകുന്ന പല ആൾക്കാർക്കും അതൊരു എക്സ്പ്ലോയിറ്റേഷൻ മാർഗമായി മാറുന്ന അവസ്ഥ വരാറുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പം അങ്ങ് ഇതിനെ ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത്? ഇപ്പം ഇത് ഒരു ചോദ്യമല്ല, ചോരല്ല, ഞാൻ പറഞ്ഞൊരു കോൺസെപ്റ്റായിട്ട് പറഞ്ഞു മാത്രം. അങ്ങനെ ഒരു ചോദ്യമായിട്ട് അങ്ങോട്ട് ചോദിക്കാൻ തോന്നില്ല. നമുക്ക് നോർമലി നമ്മൾ പല ഡിസ്കഷൻസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നോർമൽ പോഡ്കാസ്റ്റ് പോലെ എനിക്ക് പോലും സ്വതസിദ്ധമായിട്ട് വരുന്നില്ല. അതെ, ഡിസ്കഷനായിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിലിപ്പോൾ ആദ്യം അങ്ങ് പറഞ്ഞൊരു കാര്യം എന്താ, ചക്രത്തിൻ്റെ കാര്യം, പിന്നെ യോഗത്തിലെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മീഡിയാട്രി എന്ന് പറയുന്ന ഒരു ബേസ് വേർഡ് നിന്നാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്ന വേർഡ് ഉണ്ടാക്കിയത്. പക്ഷേ അവർക്കതൊരൊറ്റ വാക്കാണ്. നമുക്ക് അവിടുന്ന് തുടങ്ങുന്നത് അന്തരംഗ സാധന എന്ന് പറയും. സാധന രണ്ട് ഭാഗമായിട്ടാണ് വരുന്നത്. അഷ്ടാംഗ യോഗത്തിന് യമ, നിയമാസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ആദ്യത്തെ 4 അംഗങ്ങളെ ബഹിരംഗ സാധന എന്ന് പറയും. യമം, നിയമം, ആസനം, പ്രാണായാമം. പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവ ചേർന്നതിനാണ് അന്തരംഗ സാധന എന്ന് പറയുന്നത്. അപ്പോൾ ബഹിരംഗ സാധന അന്തരംഗ സാധനയും ചേർന്നിട്ടാണ് യോഗം നിലനിൽക്കുന്നത്. രണ്ടും അതിലുണ്ട്. അപ്പോൾ ഇതിൽ ധാരണ, ധ്യാനം, സമാധി ചേർത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ മെഡിറ്റേഷൻ എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വ്യക്തിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇടം എന്ന് പറയുന്നത് ധാരണ വരെയാണ്. കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് നമുക്ക് കൊടുക്കാം, എക്സ്ട്രസിക് ലെവലിലേക്ക് നമുക്ക് ധ്യാനത്തിലേക്ക് ഒരാളിനെ എത്തിച്ചു കൊടുക്കാൻ പറ്റും. നടക്കുന്നത് അയാളുടെ, അതെ, നടക്കുന്ന നമ്മുടെ ആ വ്യക്തിയുടെ പ്രസൻസിലായിരിക്കും. അല്ലാതെ നമ്മൾ വീട്ടിലിരുന്നിട്ട് നമുക്കൊരു അതൊരു ഓൺലൈൻ പ്രസൻസിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുമായിരിക്കും. അത് പക്ഷേ കൂടുതലും ഓഫ്ലൈൻ പ്രസൻസിൽ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓൺലൈനിൽ എത്രത്തോളം ഞാനത് ചെയ്യിപ്പിച്ചിട്ടില്ല, പക്ഷേ ഓൺലൈനിൽ ചെയ്തിട്ടുണ്ട്. കാരണം നവരാത്രി സാധനം നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദേവീനെ വെച്ചിട്ടുള്ള ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ നമ്മളവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവിക്കുന്നതാണ്. അത് ധാരണ കൊടുക്കുകയാണ്, നമ്മളൊരു ധാരണ. അപ്പോൾ താങ്കളോട് ഒരു ധാരണ പറയണേ, ഇതിൽ ശ്രദ്ധിച്ചിരിക്കൂ. നമ്മളിപ്പോൾ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പാട്ട് കേട്ട് കുറേ കഴിയുമ്പോൾ നമ്മളെ തന്നെ മറക്കുന്ന ഒരു അവസ്ഥയിൽ, സ്പേസിനെ മറക്കുന്നു, ടൈമിനെ മറക്കുന്നു, എല്ലാം മറന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് സംഭവിക്കുക. ഇവിടെ നമ്മൾ സമയം അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. കുറേ കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഈ ചർച്ച അങ്ങനെ കയറി പോകുമ്പോൾ നമ്മൾ അറിയാണ്ട് അതിൽ ഇമ്മേഴ്സ്ഡ് ആയിട്ട് ഞാനും പ്രേംജിയും കൂടി ഇല്ലാതെ മൊത്തം ഈ ചർച്ച മാത്രമായി മാറുന്നൊരു അവസ്ഥയുണ്ട് ഇവിടെ. ഈ അവസ്ഥ തന്നെയാണ് ശരിക്കും സമാധി. കാരണം നമ്മളിവിടെ ഇല്ല, വ്യക്തികളില്ല ഇവിടെ ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ആ വിഷയം ഇങ്ങനെ ഒരു സത്സംഗമാണ്. അപ്പോൾ ആ സത്സംഗ വിഷയം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഒരു ധ്വനി ജ്വലിക്കില്ല, അതുപോലെ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുക സാധനം. ആ ഒരു അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാവരും അതിൽ ലയിച്ചിരിക്കുക, ലയം സംഭവിക്കുകയാണ് അവിടെ ഞാൻ നീ എന്നുള്ള വ്യത്യാസമില്ല. ഞാൻ എൻ്റെ സ്വരൂപ സമാധി എന്ന് പറയുന്ന പോലെ എൻ്റെ സ്വന്തം സ്വരൂപത്തിൽ ഞാൻ സമാധിയെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വിവിധങ്ങളായ മാർഗ്ഗങ്ങളുണ്ട്. മന്ത്രം, തന്ത്രം, യോഗം, കുറേ മാർഗ്ഗങ്ങളുണ്ട്. ഓരോ മാർഗ്ഗവും ഏത് മാർഗ്ഗം എടുക്കണമെന്ന് വെച്ചാൽ അതിലൂടെ മുന്നോട്ട് വിശ്വാസത്തോടെ, ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ, ഗുരുവിൻ്റെ നിർദ്ദേശത്തോടെ മുന്നോട്ട് നടക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഈ കുണ്ടലിനി സാധന എന്ന് പറഞ്ഞാൽ ഒരുപാട് പോസ്റ്ററുകൾ ഇപ്പോൾ കാണാം. കുണ്ടലിനി ഉയർത്തി കൊടുക്കും, താഴ്ത്തി കൊടുക്കും, കിടത്തി കൊടുക്കും, മലർത്തി കൊടുക്കും, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാനുണ്ട്. അതായത് പരസ്യങ്ങൾ തന്നെ 99 രൂപയ്ക്ക് കുണ്ടലിനി ഉണർത്തുന്നവരൊക്കെ ഉണ്ട്. അതായത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ പരസ്യം കാണല്ലോ ഫേസ്ബുക്കിലൊക്കെ, 99 രൂപയ്ക്ക് നമുക്ക് കുണ്ടലിനി ഉണർത്താം. പക്ഷേ ഉണർന്ന കുണ്ടലിനി താഴത്തേക്ക് വരാൻ പിന്നെ ചിലപ്പോൾ ലക്ഷങ്ങൾ ചിലവാകും. കാരണം ആശുപത്രി കൊടുക്കണ്ടേ. കാരണം അത് എന്താ സംഭവിക്കണം, കാരണം എന്താ വെച്ചാൽ മാനസിക രോഗികളെ സൃഷ്ടിക്കുന്ന ഒരു കേന്ദ്രം കൂടിയായി മാറുന്നുണ്ട് ഈ വിഭാഗം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള എക്സാമ്പിൾ പറയാം. കുണ്ടലിനി മെഡിറ്റേഷന് പോയി നിങ്ങളുടെ ലോവർ ബാക്കിൽ ചെറുതായിട്ട്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ സ്വാധിഷ്ഠാനത്തിൻ്റെ പൊസിഷനിൽ ചെറുതായിട്ടൊരു ബീറ്റ് വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. ആ ബീറ്റ് വരുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുക, അപ്പം ഇയാൾ ആകണ്ടോ അതൊരു നേരിയ കുണ്ടലിനിയുടെ ചലനമാണ്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ ജലവുമായിട്ട് ബന്ധപ്പെട്ട ചക്രമാണ് സ്വാധിഷ്ഠാന ചക്രം. അവിടെ നമ്മൾക്ക് മുന്നറിയിപ്പ് തരുന്നതാണ്.
അങ്ങനെ ചില മുന്നറിയിപ്പുകൾ കൂടിയാവാം. എല്ലാം ഇതായിക്കൊള്ളണമെന്നില്ല, ഇല്ല ഇല്ല. ചിലതിൽ മാറ്റണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാറ്റിനെയും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല ഈ കാര്യത്തിൽ. ബഹുജനം പലവിധം, അപ്പോൾ അവരുടെ അനുഭവം പലവിധമാണ്. അപ്പോൾ നമുക്കൊരിക്കലും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കുണ്ടലിനി സാധന എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ കുണ്ടലിനി ഉണർത്താൻ പ്രാപ്തനാണോ എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിനൊരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. ആദ്യം ആസനം സിദ്ധിയാക്കണം, പ്രാണൻ്റെ ഗതി കറക്റ്റാക്കണം, ചക്രങ്ങളെ ശുദ്ധീകരിക്കണം, 6 ചക്രങ്ങളെയും കൃത്യമായിട്ട് ബാലൻസ് ചെയ്യണം. അതിൽ ആദ്യത്തെ 3 ചക്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക ജീവിതമായിട്ട് ബന്ധപ്പെട്ടത്, അടുത്ത 3 ചക്രങ്ങൾ ആത്മീയ ജീവിതമായിട്ട് ബന്ധപ്പെട്ടത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇംബാലൻസ് എങ്ങനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പെട്ടെന്ന് ആക്ടിവേറ്റ് ആവുക ഈ തേർഡ് ഐ ആണ്. എല്ലാവരും പറയും എനിക്ക് ഇവിടെ ഒരു ബീറ്റ് അനുഭവപ്പെട്ട്. സ്വാഭാവികമായിട്ടും തേർഡ് ഐ മനസ്സിൻ്റെ സ്ഥാനം കൂടിയാണ്. ആജ്ഞാചക്രം എന്ന് പറയുന്നത് മനസ്സിൻ്റെ സ്ഥാനം കൂടിയാണ്. പെട്ടെന്ന് ഒരുവിധം ആക്റ്റീവ് ആവുക ചെയ്യുക. തേർഡ് ഐ തുറക്കുകയൊന്നുമല്ല ചെയ്യുക. അപ്പം ഈ 3 ചക്രങ്ങൾ ആക്റ്റീവ് ആവുകയും താഴത്തെ 3 ചക്രങ്ങൾക്ക് ബലം കുറയും ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നിൽക്കാൻ തോന്നില്ല, വീട്ടിലൊന്നും ഇരിക്കാൻ തോന്നില്ല, നമ്മളിങ്ങനെ അലഞ്ഞു കിടന്നുകൊണ്ടിരിക്കും. അത് വീട്ടുകാർക്കൊന്നും വലിയ രസം ഉണ്ടാവില്ല, പക്ഷെ കാണുന്നവർക്ക് ഭയങ്കര ആത്മീയ അനുഭൂതിയായിരിക്കും. കാരണം കാണുന്ന ആൾക്ക് ഭയങ്കര യോഗി പുറത്തു കൂടെയൊക്കെ നടക്കണ മറ്റേ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല. പക്ഷെ അയാൾ കണ്ടു നിൽക്കുന്ന ആൾക്കൊക്കെ ചിലപ്പോൾ ദുഃഖം തോന്നാം. കാരണം അതങ്ങനെ സംഭവിക്കാം. വാണ്ടറിങ്, അതായത് എവിടെയും നിലനിൽക്കാൻ പറ്റില്ല, ഒന്നിനോടും താല്പര്യമില്ല, ഭൗതികമായിട്ട് ഒന്നിനോടും കണക്ഷൻ തോന്നില്ല. ഇതിൻ്റെ കൃത്യമായ ബാലൻസാണിത്. ആത്മീയവും ഭൗതികമായ ചക്രങ്ങളെ കൃത്യമായ ബാലൻസാണ് വേണ്ടത്. കൃഷ്ണനായിരിക്കുക ജീവിതത്തിൽ എന്നുള്ള. കൃഷ്ണൻ കണ്ടില്ലേ, പരമയോഗിയാണ്, പരമസാത്വികനാണ്, വായ തുറന്ന സത്യം മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം അദ്ദേഹം പറഞ്ഞ് സത്യമായി ഭവിക്കും. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. ആ ജീവിതം എടുത്ത് നോക്കൂ, എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വളരെ സിമ്പിളാണ്. എല്ലാം വളരെ സിമ്പിളാണ്. ഓരോന്ന് റെപ്രസെൻറ്റേഷനാണ്, ഓരോ ദേവതാ സ്വരൂപങ്ങളും റെപ്രസെൻറ്റേഷനാണ്. എങ്ങനെ ആധുനിക കാലത്ത് ജീവിക്കണം എന്ന് കൃഷ്ണനാണ് കാണിച്ചു തരുന്നത്. ഇന്നത്തെ കലിയുഗത്തിൽ എങ്ങനെ ജീവിക്കണം, എല്ലാ യുഗങ്ങളിലും എല്ലാ യുഗങ്ങളിലും. അതുകൊണ്ടാണ് കൃഷ്ണനെയാണ് പൂർണ്ണാവതാരം നമ്മൾ വിളിക്കുന്നത്. കൃഷ്ണ പൂർണ്ണാവതാരമാണ്. ആ കൃഷ്ണൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെ ജീവിക്കണം. അവിടെ അദ്ദേഹം കുണ്ടലിനിയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കൂ, എല്ലാം ബാലൻസ്ഡ് ആണ്. രാജാവായിട്ട് ജീവിക്കുന്നുണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവമുണ്ട്, യോഗിയാണ്, ആളുകൾക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്, അചഞ്ചലനാണ്, അതേപോലെ തന്നെ സമാധാനപ്രിയനാണ്, പ്രേമസ്വരൂപനാണ്, ആയുധം എടുക്കേണ്ടടുത്ത് ആയുധം എടുക്കുന്നുണ്ട്, ദേഷ്യം വരുന്നിടത്ത് ദേഷ്യം വരുന്നുണ്ട്. ഇപ്പം ചില വിഭാഗക്കാർ, ഇന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ചില വിഭാഗക്കാർ കൃഷ്ണനെ ആകെ ശാന്തശീലനായിട്ട് ഓടക്കൊല്ലിൽ വിളിച്ചിരിക്കുന്നത് മാത്രമേ കാണിക്കുള്ളൂ. അങ്ങേരെ ഒരു 30% മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫുൾ ടൈം മൂപ്പര് യുദ്ധക്കളത്തിലായിരുന്നു. 3 വയസ്സ് തുടങ്ങിയതാണ്. ഓരോരുത്തർ വിട്ടിട്ട് കംസൻ കൊല്ലാൻ വരും. ലൈഫിൽ മൊത്തം അപകടം നിറഞ്ഞു നിൽക്കുക. അങ്ങേരാണെങ്കിലോ അതിങ്ങനെ എൻജോയ് ചെയ്തിട്ടിങ്ങനെ, അതാണ് ശരിക്കുള്ള കുണ്ടലിനി ഉണർന്ന അവസ്ഥ. ഇനി കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ ശാന്തതയാണ്. അതായത് ശാന്തതയല്ല, ചിലപ്പോൾ ദേഷ്യവും വരാം. നമുക്ക് ഒരാളെ അടുപ്പിക്കാൻ തോന്നില്ല. 18 സിദ്ധന്മാരും ദേഷ്യം കൊണ്ട് കളിച്ചിരുന്നവരാ. ദേഷ്യം നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. 2 രീതിയിലാണ് ദേഷ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. 1, യു ആർ യൂസ്ഡ് ബൈ ആങ്കർ. സെക്കൻഡ് തിങ്, യു ആർ യൂസിങ് ദ ആങ്കർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ദേഷ്യം നല്ല കാര്യത്തിന് ഉപയോഗിക്കാം. ഒരു കുട്ടീനെ തിരുത്താൻ ഉപയോഗിക്കാം. അല്ല വേണ്ട കേട്ടോ, കളിക്കണ്ട, ഒതുങ്ങിയിരുന്നെന്ന് പറഞ്ഞാൽ കുട്ടി ഒതുങ്ങിയിരിക്കും. അത് നമ്മൾ യൂസിങ് ദ ആങ്കറാണ്. ഇതന്നെ നമ്മൾ ദേഷ്യം നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു അവസരം. നമ്മുടെ സകല ഇന്ദ്രിയങ്ങളുടെയും ഇത് നഷ്ടപ്പെട്ടിട്ട്, എല്ലാം നഷ്ടപ്പെട്ടിട്ട് നമ്മൾ കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയുണ്ട്. അതിൽ പറയുന്നുണ്ട്, ക്രോധാത് ഭവതി സമ്മോഹാത് സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. കഴിഞ്ഞു, ബുദ്ധി നശിച്ചാൽ കഴിഞ്ഞു. അതുവരെ പോവും. അങ്ങനെയും പോവാം ദേഷ്യം. അപ്പോൾ ദേഷ്യം എന്ന് പറയുന്നതിന് ഏത് ആംഗിളിലേക്ക് വേണമെങ്കിൽ പോവാം. അപ്പോൾ ഈ പറയുന്ന കുണ്ടലിനി ഉണ്ടെന്ന ദേഷ്യം ചിലപ്പോൾ കയറി വരാം. ഇതിനൊക്കെ നമ്മൾ നമ്മൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ആരാണ്, എൻ്റെ പ്ലസ് എന്താണ്, എൻ്റെ പോസിറ്റീവ് എന്താണ്, എന്നെ പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്ത ഒരാൾക്ക് ഒരു ഗുരുവിൻ്റെ നിർദ്ദേശത്തിൽ അയാൾ യോഗ്യനെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ക്രിയകൾക്കെല്ലാം നിൽക്കാവൂ. അല്ലാത്തൊരവസ്ഥയിൽ ഇതിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് അഭികാമ്യമല്ല. അപ്പോൾ ചക്രങ്ങളെ ശുദ്ധീകരിക്കാനായിട്ട് ഷഡ്ചക്ര സാധന, ഷഡ്ചക്ര ശുദ്ധി എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ അത് നമ്മുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ, ഒരുപാട് ചെറുതല്ല, വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ചെറുതെന്ന് ഞാൻ പറയേണ്ടത്, ഞാൻ ചെറുത് എന്ന് പറയുമ്പോൾ അതങ്ങനെ ചെറുതായി കാണാൻ അമ്മ പഠിപ്പിച്ചുകൊണ്ട് ചെറുത് എന്ന് പറയുന്നതേ ഉള്ളൂ. കാരണം അമ്മയുടെ കൃപയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ചക്രങ്ങളിലെ ശുദ്ധി വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഓരോ ചക്രങ്ങളും ഓരോ വികാരങ്ങളായിട്ടും നമുക്കുണ്ടാകുന്ന ജീവിതത്തിൽ ദൈനംദിനത്തിലുണ്ടാകുന്ന ബ്ലോക്കുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കും. ഇപ്പോൾ നമ്മുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആവുന്ന സമയത്ത് നമുക്ക് യൂണിവേഴ്സൽ ലവ്, നമ്മൾ റിലേഷൻസിൽ ഒരുപാട് ഇഷ്യൂസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ റിലേഷണൽ ഇഷ്യൂസിനെയൊക്കെ ഹീൽ ചെയ്യാനായിട്ട് ഹാർട്ട് ചക്ര ഹീലിംഗ് നമുക്ക് കൊണ്ട് സാധിക്കും. ഹാർട്ട് ചക്രനെ കുറച്ചും കൂടി ഓപ്പണാക്കി അതിലുള്ള പ്രശ്നങ്ങളെ, ട്രോമാസിനെ നമ്മൾ റിലീസ് ചെയ്ത് കമാൻഡ്സ് കൊടുത്തിട്ട്, നമ്മുടെ വാക്കാണ് നമ്മുടെ മന്ത്രം.
നമ്മുടെ വാക്ക് ഒരാളിൽ കൃത്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു മന്ത്രം പോലെ തന്നെ അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നമുക്കൊരു മന്ത്രത്തിൻ്റെ എഫക്റ്റ് നമുക്കൊരു വാക്കുകൊണ്ട് അവരുടെ ഹൃദയത്തിലേക്ക് കൊടുത്തിട്ട് ഓട്ടോ സജഷൻ പോലെ കൊടുത്തിട്ട് നമുക്ക് അതിനെ ഓപ്പൺ ചെയ്ത് എടുക്കാനായിട്ടും പറ്റും. അത് നമ്മുടെ വാക്കിന് ബലം ഉണ്ടായിരിക്കണം, അതിന് നമുക്ക് ദേവതാ ബലം കൂടി നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. അങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടില്ല. പിന്നെ ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ നേടേണ്ട ആസനസിദ്ധിയാണ്. ഒരു സ്ഥലത്ത് അനങ്ങാതെ കുറച്ച് നേരം ഇരിക്കാൻ, ജപിക്കാനത് ആവശ്യമുണ്ട്. അതെ. അപ്പോൾ എല്ലാ ജപം തുടങ്ങുന്നതിന് മുന്നേയും പ്രാണായാമമുണ്ട്. അപ്പോൾ എന്തിനാണ് പ്രാണായാമം ചെയ്യുന്നത്? പ്രാണൻ്റെ ഗതിയെ കറക്റ്റ് ചെയ്ത് ഇടയും പിങ്കളയും കറക്റ്റ് ചെയ്തിട്ട് വേണം ജപിക്കാനായിട്ട്. അപ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ കറക്റ്റ് ചാനലിലൂടെ അത് കയറി മുകളിലേക്ക് പോവുള്ളൂ. ആ ഊർജ്ജം കൃത്യമായിട്ട് ഊർജ്ജത്തിൻ്റെ സഞ്ചലനം മുകളിലേക്ക് ഉണ്ടാവുള്ളൂ, ആത്മീയമായ ഔന്നത്യം ഉണർവും ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് സിദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ആസനസിദ്ധി ആദ്യമായിട്ട് വേണം. അങ്ങനെ ആസനസിദ്ധി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഓരോന്നിലൂടെയും കടന്നു പോകുമ്പോൾ അതാണ് ഗുരുവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അയാൾ ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങേർക്ക് ഉണ്ടായ എക്സ്പീരിയൻസ്, നമ്മളൊരു എക്സ്പീരിയൻസ് പറയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും ഇത് ഇന്നതാണ്. ചിലപ്പോൾ ചില സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് അകാരണമായ ഭയങ്ങളൊക്കെ നമുക്ക് വരും, ലോസ് വരും. ചില സ്ഥലത്ത് നമ്മൾ ജപിച്ചിട്ടൊക്കെ എത്തുന്ന സമയത്ത് അകാരണമായിട്ടുള്ള ലോസ്, അതായത് നഷ്ടങ്ങൾ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത് ജപിക്കണ സമയത്ത്. അത് യോഗത്തിലുണ്ടാവാറുണ്ട്. ചില സമയത്ത് ചില ക്രിയകളൊക്കെ ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് അകാരണമായിട്ടുള്ള ദുഃഖം കടന്നു വരാം, നമുക്ക് പഴയ ട്രോമാസൊക്കെ എണീറ്റ് പുറത്തു വരാം. ഇതൊരു തരം ക്ലിയറിങ്ങും ക്ലെൻസിങ്ങും ആണ്. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു യോഗിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമശിവനെ പോലെയാണ്. ആ പരമശിവൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെ നമ്മൾ ശിവകാശി കലണ്ടറിൽ കണ്ടതാണെങ്കിലും നമ്മൾ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. കഴുത്തിൽ പത്തി വിടർത്തിയിട്ട് ഇവിടെ നിൽക്കുന്ന വാസുകിയും അതുപോലെ ഇരിക്കുന്ന വളരെ ശാന്തമായിട്ട് സ്വച്ഛമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ധ്യാനത്തിലിരിക്കുന്ന നമ്മുടെ സമാധി അവസ്ഥയിലിരിക്കുന്ന മഹാദേവനെ നമ്മൾ കാണുന്നതാണ്. ഒരു റൂമിലൊരു പാമ്പുണ്ട് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും അവിടെ ധാരണയിലോ ധ്യാനത്തിലിരിക്കാൻ പറ്റുമോ? ചിലപ്പോൾ ഈ എല്ലാവരുടെ കാര്യമല്ല, അതിലും എക്സെപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് സാധാരണ ഒരാൾക്ക് പറ്റില്ല. അപ്പോഴാണ് കഴുത്തിലൊരു വളരെ ലോകത്തിലേക്ക് തന്നെ ഏറ്റവും വിഷം കൂടിയൊരു പാമ്പ് പത്തി കൊടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങോർക്കൊന്നും പ്രശ്നമില്ല. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പരമശിവനാകുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങളുടെ അപകടം വരെ നിങ്ങൾക്ക് അലങ്കാരമായി മാറും. നിങ്ങളുടെ മുമ്പിൽ വരുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ വരെ നിങ്ങൾക്ക് അലങ്കാരമായിട്ടാണ് വരിക. ആ ഒരു തലത്തിലേക്ക് ഒരാളെ ഉയർത്തുക എന്നുള്ളതാണ് ഈ പദ്ധതികളുടെയൊക്കെ ഉദ്ദേശം. അപ്പോൾ പദ്ധതികളുടെ ഉദ്ദേശശുദ്ധി നഷ്ടപ്പെടുന്ന എവിടെ വെച്ചാൽ അതിൻ്റെ ഗൈഡൻസിലാണ്. ആശാൻ അക്ഷരം 1 പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യനെന്ന്. 51 പേരെ പിഴപ്പിക്കണേക്കാൾ നല്ലത് എന്താ വെച്ചാൽ നമ്മൾ ചെയ്യാതിരിക്കണമെന്നല്ല. നമുക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക, പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുക, ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ വേണ്ട വിട്ടേക്കൂ, നിങ്ങൾ സ്വയം ചെയ്യാനായിട്ട് ശ്രമിക്കൂ, അത് മതി. എല്ലാവർക്കും യോഗ ടീച്ചേഴ്സ് ആവുക വേണ്ട, യോഗ ചെയ്യണ്ട. ഞാൻ യോഗ പഠിപ്പിക്കാനായിട്ടല്ല ചെയ്തു തുടങ്ങി. ഞാനിത് രസം മൂത്ത് പഠിച്ചു തുടങ്ങി. പിന്നെ എനിക്ക് ഉണ്ടായ സന്തോഷം വേറൊരാളിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൽ നിന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയതാണ്. 10ഓളം വർഷം ഒരു പൈസ വാങ്ങിക്കാണ്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഉപജീവനത്തിലേക്ക് കടന്നപ്പോൾ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ തോന്നണില്ല. അപ്പോൾ പിന്നെ ഇതിലേക്ക് തന്നെ ഇറങ്ങിയപ്പോൾ അതിലൂടെ എൻ്റെ ലൈഫും കൂടി സെറ്റിൽ ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് പിന്നെ ഫീസ് വാങ്ങിയിട്ട് ഞാൻ പഠിപ്പിക്കുന്ന ഒരു ഇതിലേക്ക് മാറിയതല്ല, ചില ആചാര്യന്മാർ ചീത്ത പറഞ്ഞ് മാറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതുണ്ട്, അങ്ങനെയാണ് സംഭവിച്ചത്. ആദ്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു, കാരണം ആരുടെടുത്തും പൈസ വല്ല ദക്ഷിണ കിട്ടിയ വാങ്ങിക്കുക എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ആദ്യം ക്ലാസ് എടുത്തിരുന്നത്. സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന പകുതിയോളം പൈസ അവിടെ ഞാൻ പഠിപ്പിച്ച സ്കൂളിൽ കുട്ടികൾ കുറച്ച് എന്താ പറയുക അഗ്രസീവായിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവരെയൊക്കെ പിടിച്ചൊരു സ്പോർട്സ് ടീം ഉണ്ടാക്കി എല്ലാ ദിവസവും വൈകുന്നേരം എനിക്ക് മാർഷൽ ആർട്സ് കളരിപ്പയറ്റൊക്കെ ട്രെയിൻ ചെയ്തിട്ടാണ് ശീലം. പക്ഷേ അവരെന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ചെയ്ത് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് അവർക്ക് എടുത്തു കൊടുത്തിട്ട് അവരെ ഒരുമിപ്പിച്ച് നിർത്തി അവരിലൊരു മാറ്റം വരുത്താനുള്ള ശ്രമമൊക്കെ ഞങ്ങൾ അങ്ങനെ തുടങ്ങുന്നത്. അതായത് നമ്മുടെ കയ്യിൽ പൈസയല്ല ഇതിൻ്റെ പുറകിലുള്ള മോട്ടീവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറകിലുള്ള മോട്ടീവ് ഉദ്ദേശമാണ്, അതായത് കൃത്യമായ ജ്ഞാനത്തിൻ്റെ ഒഴുക്കിനെയാണ് നമ്മൾ പരിപോഷിപ്പിക്കുന്നത്. അല്ലാതെ വ്യക്തിപ്രധാനം അല്ല അതൊന്നും. വ്യക്തിപ്രധാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ചുരുങ്ങുമ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നത്. നമ്മളെപ്പോഴും പോഡ്കാസ്റ്റിലൊക്കെ തന്നെ ഒരു സർട്ടൻ ക്വസ്റ്റ്യൻ പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാക്കിയിട്ട് ഒരിക്കലും വരാറില്ല, അങ്ങേക്കും അറിയാതെ. അപ്പോൾ ഈ ചോദിച്ച ചോദ്യം ഒരുപാട് ചോദ്യങ്ങളുള്ള ചോദ്യം ഒരുമിച്ച് ചോദിച്ചു. അതിന് ഉത്തരം എനിക്ക് തോന്നുന്നു ഒരു 5 പോഡ്കാസ്റ്റിനുള്ള ഉത്തരം അങ്ങ് പറഞ്ഞത്. കാരണം 5 പോഡ്കാസ്റ്റിൻ്റെ ടോപ്പിക് അതിനുണ്ട്. അപ്പോൾ അത് തന്നെ ഞാൻ കാരണം എപ്പോഴും നമ്മൾ കണ്ണിയായിട്ട് പോകുന്ന രസം. ഒരു പങ്ക് പറയണ്ടേ കൃഷ്ണൻ്റെ അവസ്ഥ. അപ്പോൾ കൃഷ്ണൻ എന്നുള്ള ഒരു അവതാര രൂപം കൃഷ്ണനാവുക എന്നുള്ളതും പറഞ്ഞു. അതോടൊപ്പം തന്നെ അങ്ങ് അവിടെ ശിവൻ എന്നുള്ള ഒരു അവസ്ഥയും പറഞ്ഞു അല്ലേ. ശിവൻ്റെ അടുത്ത് അതെൻ്റെ അടുത്ത് പല സമയത്തും ഞാൻ ചില പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അങ്ങ് എന്നോട് പറയുന്നൊരു ആൻസറുമാണ്. സോ എനിക്കത് വളരെ എന്താ പറയുക വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ളൊരു ആൻസറാണത്. അപ്പം ഈ
കൃഷ്ണനെ പല സമയത്തും നമ്മൾ വ്യാഖ്യാനിക്കപ്പെടുന്ന സമയത്ത് ഭൗതിക തലത്തിൽ നിൽക്കുന്ന മനുഷ്യർ നമ്മൾ എപ്പോഴും ചില ആൾക്കാർ കൺഫ്യൂസ്ഡ് ആണ്. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ കൃഷ്ണൻ ഈസ് എ അൾട്ടിമേറ്റ് ഗോഡ് അല്ലേ. അങ്ങനെയുള്ള പല സംഭാഷണങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ആ അൾട്ടിമേറ്റ് ഗോഡാണെന്ന്, അല്ലെങ്കിൽ പുള്ളിയൊരു ആ മനുഷ്യൻ ആ ഒരു വിശ്വരൂപത്തിൻ്റെ മുന്നിൽ ഈ ലോകം തന്നെ പുള്ളിയുടെ കയ്യിലാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഈ വശത്തേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കൃഷ്ണൻ എന്നുള്ള ആ ഒരു ഭക്തിഭാവം അത് കോൺഷ്യസ്നെസ്സായി മാറുന്ന സമയത്ത് അവിടെ രാധ എന്നുള്ളൊരു കോൺസെപ്റ്റും വരുന്നുണ്ട്, കൃഷ്ണനും രാധയും. നമ്മൾ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ മഹാഗുരു, മാതൃശക്തി, പരമേശ്വരനും പാർവതിയും. അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റ് അപ്പം പല സ്ഥലങ്ങളിലും അങ്ങേക്കറിയാം ഈ ഇങ്ങനത്തെ പുരാണങ്ങളൊന്നും ചില ആൾക്കാർ ഇവൻ ഐ തിങ്ക് താന്ത്രിക് പീപ്പിൾ ഡസൻറ്റ് ആക്സെപ്റ്റ്. അവരൊന്നതും ഈ ഒരു പുരാണത്തിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. എങ്കിലും അങ്ങയുടെ ഒരു പേഴ്സണായിട്ട് തോന്നുന്ന അങ്ങേക്ക് എങ്ങനെയാണ് അങ്ങേ തോന്നിയിട്ടുള്ളത് ഈ ഒരു രണ്ട് കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ? ഒന്നവിടെ രാധ വരുന്നുണ്ട്, അത് പാർവതിയുടെ ചില രൂപഭേദമായിട്ടും ആൾക്കാർ പറയപ്പെടും. അങ്ങ് ഇതിനെ ഒരു പേഴ്സണൽ കോൺസെപ്റ്റിൽ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ അമ്മയായ രാധാറാണിയെ കാണുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ കുണ്ടലിനി ശക്തിയായിട്ടാണ്. ഒറ്റ വാക്കിൽ പറയുന്നത് ഭഗവാന്റെ കുണ്ടലിനി ശക്തി. പാർവതി ദേവി അമ്മയെ ഞാൻ കാണുന്നത് ഭഗവാനിലേക്ക് എത്താനും അല്ലെങ്കിൽ ഭഗവാൻ തന്നെ ആയിത്തീരാനുമുള്ള ഒരു സാധ്യതയായിട്ടാണ്. ഇത് രണ്ടുപേരും ഒരു സാധ്യതയാണ്. ഇപ്പം നമ്മൾ നോക്കൂ, 3 ത്രിമൂർത്തി സങ്കല്പം എടുക്കാം. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. ബ്രഹ്മാവിൻ്റെ ജോലി എന്ന് പറയുന്നത് സൃഷ്ടിയാണ്. സൃഷ്ടിക്ക് വേണ്ട അപാരമായ ജ്ഞാനം ആവശ്യമാണ്. കൂടെ നിൽക്കുന്നത് ആരാ? സരസ്വതി ദേവിയാണ്. സ്ഥിതിയാണ് മഹാവിഷ്ണുവിൻ്റെ ഉത്തരവാദിത്വം. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് ലക്ഷ്മിയാണ്. സംഹാരമാണ് മഹാദേവൻ്റെ കർമ്മം. അവിടെ നിൽക്കുന്നത് അമ്മയായ പാർവതി ദേവിയാണ്, ശക്തി. ഇവർ രണ്ട് മാറി നിന്നാൽ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇതാണ് അതിനുള്ള ഉത്തരം. അതായത് മാതൃഭാവമാണ് അവിടെ രണ്ട് തലത്തിലായാലും. കുണ്ടലിനി മാതൃഭാവത്തിൽ തന്നെയാണ്. കുണ്ടലിനി ശക്തി എന്ന് പറയുന്നതിനെ സ്ത്രീയായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ. അതായത് മൂലാധാരത്തിൽ 3.5 ചുറ്റായിട്ടിരിക്കുന്ന കുണ്ടലിനി, വാലും തിരികി ഉറക്കത്തിലിരിക്കുന്ന കുണ്ടലിനി ഉണർന്ന് മുകളിലേക്ക് ചലിച്ച് മുകളിലിരിക്കുന്ന മഹാദേവനുമായിട്ട് മേളിക്കുന്ന അവസ്ഥ. ആ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണന് സംഭവിക്കുന്നത്. അപ്പോൾ കൃഷ്ണനും ശിവനൊന്നും നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അതൊക്കെ വ്യത്യാസമായിട്ടൊന്നും. എല്ലാവരും ശിവത്വത്തിൽ തന്നെയാണ്, എല്ലാവരും കൃഷ്ണതത്വത്തിൽ തന്നെയാണ്. ഇതൊരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ കുണ്ടലിനിയുടെ ഈ പറഞ്ഞ ഈ ചുറ്റും അത് കഴിഞ്ഞുള്ള ഒരു സംയോജനവും വരുന്നതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ഇതിനെ വേറൊരു ആംഗിളിലേക്ക് ആൾക്കാർ കാണുന്നത്. ലൈംഗികതയുടെ ആംഗിളാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത്. ലൈംഗികത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൃഷ്ടിക്രിയയാണ്. ലൈംഗികത എന്ന് പറയുന്നത് സൃഷ്ടിപരമായ ഊർജ്ജം തന്നെയാണ് കുണ്ടലിനി ശക്തി. പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ എല്ലാം മറന്നിട്ട് ഒരു സമാധി അവസ്ഥയിൽ പോകുന്നത് ഈ പറയുന്ന ലൈംഗികതയിൽ വരുമ്പോഴാണ്. ആ സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന സമാധി അവിടെയാണ്. അത് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ മറന്ന്, എല്ലാറ്റിനെയും മറന്ന്, 2 ശരീരം എന്നുള്ള തോന്നലുകളെ വരെ മറന്ന് ഒരു ഫൈനൽ എക്സ്റ്റസി പോയിൻ്റ് വരെ പോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ. ആ അവസ്ഥ തന്നെയാണ് ഒരു തരം സമാധിയാണ്. ഒരു പ്ലഷറാണുള്ളത്. ഈ പ്ലഷർ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ തരത്തിലുള്ള ലൈംഗികതയെയും ന്യായീകരിക്കുകയല്ല പറഞ്ഞു. വളരെ ഡിവൈനായിട്ടുള്ള ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ലൈംഗികത ഉണ്ടോ? ഉണ്ട്. ലൈംഗികതയാണോ ഇതിനുള്ള മാർഗം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല എന്നും പറയാം. ലൈംഗികത ഒരു മാർഗ്ഗമാണോ ചോദിച്ചാൽ ആണെന്നും പറയാം. 2 ഉത്തരമുണ്ട് ഇതിന്. അതാണ് ലൈംഗികത ഒരു മാർഗ്ഗമാണോ? ആണ്. അറിയുന്നവൻ അതും ഒരു മാർഗ്ഗമാണ്. അറിയാത്തവൻ അതൊരു വഴിയാണ്. കാരണം ഇതും പറഞ്ഞുകൊണ്ട് അതിലേക്കൊക്കെ ഏർപ്പെടാനുള്ളൊരു വഴി കൂടിയാണത്. കാരണം തീരെ ഇതിനെ പറ്റിയൊന്നും അറിവില്ലാത്തവന് അങ്ങനെ ഇത് കുണ്ടലിനിക്കുള്ള ക്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അതൊക്കെ ചെയ്യിപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെസ്റ്റിലേക്ക് പോകുമ്പോൾ തന്ത്രം എന്നുള്ള വാക്കോ ഇതൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വേറെ രീതിയിൽ അതിനെ എടുക്കുന്നത്. കാരണം എൻ്റെ ഒരുപാട് വെസ്റ്റേൺ സ്റ്റുഡൻസ് ഞാൻ തന്ത്രം എന്നുള്ള നമ്മുടെ വാക്കിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതായിരുന്നു, പക്ഷെ ഞങ്ങളുടെ അവിടെ ഇതല്ല, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലുണ്ടോ? ഉണ്ട്. ഇല്ല. അപ്പോൾ അത് ആ വഴി കൂടെ നടക്കുന്നവരും ആ ഗുരു നിർദ്ദേശിക്കുന്ന പോലെയാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം കുണ്ടലിനി ക്രിയയിൽ ഈ പറയുന്ന പോലെ 3.5 ചുറ്റായിട്ട് ഇരിക്കുന്ന കുണ്ടലിനിയുടെ അവസ്ഥ നമ്മുടെ സൃഷ്ടിപരമായ ഊർജ്ജം തന്നെയാണ് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. അത് മുകളിലേക്ക് ഗമിക്കുമ്പോൾ അത് ആത്മീയ ഔന്നത്യവും, താഴേക്ക് ഗമിക്കുമ്പോൾ സൃഷ്ടിക്രിയയായിട്ട് മാറും. അതാണ് അതിൻ്റെ അവസ്ഥ. 2 ഗമനം ഉണ്ടല്ലോ. ഊർധ്വഗമനം നമ്മളെപ്പോഴും 2 ഗതി പറയും.
അധോഗതിയെ പറ്റിയിട്ട് എല്ലാവരും ചർച്ച ചെയ്യും അല്ലേ, ഊർധ്വഗതിയെ പറ്റിയിട്ട് ആരെങ്കിലും പറയുമോ ഇവിടെ? അങ്ങനെ ഒരു ഗതിയും കൂടി ഉണ്ട് കേട്ടോ. ഈ ഊർധ്വഗതി എന്നുള്ള വാക്ക് കുണ്ടലിനിയായിട്ട് ബന്ധപ്പെട്ടുള്ള മുകളിലേക്കുള്ള ഇതിൻ്റെ ചാലനം എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലും ചർച്ച ചെയ്യുന്നത് അധോഗതി. നമ്മുടെ വാക്കിൻ്റെ പ്രത്യേകത നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതിൽ ഇനി നമുക്കൊരു കൃത്യമായ ഒരു തപസ്സും കൂടി പറയാം, വാക്ക് തപസ്. നമ്മൾ ഉപയോഗിക്കുന്ന ദൈനംദിന സംഭാഷണങ്ങൾ എത്രത്തോളം നെഗറ്റീവ് വാക്കുകൾ കുറയ്ക്കാൻ പറ്റും, അത്രത്തോളം നമ്മളുടെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള എനർജി മോറിൽ നിറഞ്ഞു നിൽക്കും. കാരണം നമ്മളൊരിക്കലും പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രമേ, പോസിറ്റീവായിട്ട് വാക്കിനെ എടുക്കാൻ കൂടി സാധിക്കണം. ഏത് വാക്ക് പറയുമ്പോഴും അത് ദേവി മാതൃകാക്ഷരങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയത് എല്ലാ വാക്കും. അതിനെ ആ പറയുന്ന വാക്കുകളിലൂടെ ഉണ്ടാക്കുന്ന ഓരോ വാക്കിനെയും മറ്റൊരു തലത്തിൽ, അതെ, മറ്റൊരു തലത്തിലേക്ക് അതിനെ ചിന്തിച്ച് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. പക്ഷേ അതൊരു ശാന്തമായിട്ടുള്ളൊരു അവസ്ഥ നിങ്ങൾക്കും തരും. അപ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഞാൻ എല്ലാവരും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു 5 പോയിൻറ്റ്സ് നമ്മൾ പറയും. വാട്ട് യു സ്പീക്ക്, when you speak, where you speak, why you speak, and is it necessary to speak. വളരെ ഇമ്പോർട്ടൻ്റ് അവസാനം, ഈസ് ഇറ്റ് നെസസറി ടു സ്പീക്ക്. സംസാരിക്കണം. വാട്ട് യു സ്പീക്ക്, എന്താണ് സംസാരിക്കുന്നതിനുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. വൈ യു സ്പീക്ക്, എന്താണ് മോട്ടീവ്. ഇപ്പോൾ നമ്മളൊരു പോഡ്കാസ്റ്റ് നടത്തുന്നതിന് മോട്ടീവ് ഉണ്ടല്ലോ. അത് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം, ജനങ്ങൾക്ക് ഗുണം ഉണ്ടാവണം, കാണുന്നവർക്ക് ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും ഒരു അറിവ് കിട്ടണം. ഇതൊക്കെയാണ് ഇതിൻ്റെ വൈ യു സ്പീക്കിനുള്ള ആൻസർ. ആൻഡ് ഈസ് ഇറ്റ് റൈറ്റ് ടൈം ടു സ്പീക്ക്, ഇതാണോ ശരിയായ സമയം. ഒരാൾ ഒരു വിഷയത്തെപ്പെട്ടിരിക്കുമ്പോഴായിരിക്കരുത് നമ്മൾ പോയിട്ടൊരു വിഷയം അവതരിപ്പിക്കേണ്ടത് അല്ലേ. അപ്പം ഇപ്പം നമ്മൾ പറയും, ഒരാൾ ആശുപത്രി കിടക്കുന്ന സമയത്ത് കടം കൊടുത്ത കാശ് തിരിച്ചു ചോദിക്കുക, ഈസ് ഇറ്റ് റൈറ്റ് ടൈം ടു സ്പീക്ക് ദാറ്റ്? അല്ല. പിന്നെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈസ് ഇറ്റ് നെസസറി ടു സ്പീക്ക്. വളരെ ഇമ്പോർട്ടൻ്റ്, 5ാമത്തെ ഒരു പോയിൻ്റ് ഞാൻ പറഞ്ഞത്. സംസാരിക്കണോ? ചില സ്ഥലത്ത് മൗനാണ് അതിനുള്ള ഉത്തരം. പ്രതികരിക്കണ്ട, പ്രകോപിതനാവാതിരിക്കുക. നിങ്ങളുടെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങൾ ഇരുന്നാൽ മതി, വേറൊരാളെ എങ്ങനെ ചോദിക്കണം എന്നുള്ളതാണ്. എങ്ങനെ ചോദിക്കണം, ഹൗ ടു സ്പീക്ക്, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഹൗ ടു സ്പീക്ക്. ഇപ്പോൾ ഇവിടുത്തെ പോഡ്കാസ്റ്റ് കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ രസകരമായിട്ട് ഞാനത് കാണും കൂടി ചെയ്യാറുണ്ട്. താങ്കളുടെ പോഡ്കാസ്റ്റുകൾ കാണുന്ന ഒരു വ്യൂവറും കൂടി ആയിരുന്നു ഞാൻ. അപ്പം താങ്കളുടെ ഒരു പ്രസൻറ്റേഷൻ രീതിയുണ്ട്, അത് കേട്ട് ഇപ്പം ഞാനീ പറഞ്ഞ 5 പോയിൻറ്റ് കവർ ചെയ്യുന്ന രീതിയിലാണ് താങ്കളിത് ചെയ്യുക. എങ്ങനെ ഏത് സമയത്ത് ഇടപെടണം എന്ന് കൃത്യമായിട്ട് അറിയാം. കാട് കയറാതെ ഈ പറയുന്ന വ്യക്തിയെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്നത് അത് കൃത്യമായിട്ടൊരു കഴിവ് തന്നെയാണ്. അതിന് നമുക്ക് കൃത്യമായിട്ട് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കഴിവാണ്. ഈ 5 പോയിൻറ്റും ഉള്ളിടത്ത് ദേവി ഉണ്ടാവും. ഈ 5 പോയിൻറ്റും കൃത്യമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വാഗ്ദേവതയുടെ അനുഗ്രഹം വരുന്ന സ്ഥലമാണ്, അവിടെ ദേവി ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് ദേവി തന്നെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ താങ്കളുടെ ഒരു സംസാരം ഈ പ്രേക്ഷകർക്ക് ശ്രദ്ധിച്ചാൽ തന്നെ കാണാൻ മനസ്സിലാവും. ഈ 5 പോയിൻ്റ് അതിലുണ്ട്. ഈസ് ഇറ്റ് നെസസറി ടു സ്പീക്ക്, യു ആർ കീപ്പിംഗ് സൈലൻസ് ഇൻ മെനി ഏരിയാസ്, കീപ്പിംഗ് ക്വയറ്റ് ആൻഡ് ലിസണിങ്. ലിസണിങ് ഈസ് എ ക്വാളിറ്റി. അത് നമ്മൾ കേൾക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ക്വാളിറ്റിയും കൂടിയാണ്. നല്ല കേൾവിക്കാരനെ, നല്ല ശ്രോതാവിന് മാത്രമേ നല്ല ഒരു പ്രാസംഗികനാവാൻ പറ്റൂ. നല്ല കേൾവിക്കാരനായിരിക്കണം, അപ്പോൾ മാത്രമേ നല്ല ഒരു പ്രാസംഗികനാവാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും പ്രാസംഗികനാവാൻ പറ്റില്ല. പ്രാസംഗികനാവാൻ വേണ്ടി പ്രാസംഗികനാവുന്നവരുണ്ട്, അവരുടെ കാര്യമല്ല പറഞ്ഞത്. കേട്ട് മറ്റൊരാളെ കേൾക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കുക. അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകൾക്കും പറയാനാണ് ആഗ്രഹം. നമുക്കൊരു ഞാൻ കൂടുതലും ഒരുപാട് കേൾക്കുന്ന ഒരുപാട് ഫോൺ കോളുകൾ അറിയുന്ന ഒരു കാര്യമാണ്, അങ്ങ് കേൾക്കുന്ന ആളാണ്. കാരണം ഞാൻ അത് ഇടപെടുന്നല്ല, പല നമ്മൾ വള്ളുവനാടൻ ഏരിയയിലുള്ള എല്ലാ ഗുരുക്കന്മാരെയായിട്ടും വളരെ പേഴ്സണൽ കണക്റ്റുകളാണ്. അല്ല, വളരെ അത്ഭുതപ്പെടുത്തിയത് എൻ്റെ ഗുരുനാഥനെ പോലും അങ്ങേക്ക് അറിയാമെന്നുള്ളതാണ്. കാരണം അങ്ങേക്ക് പുള്ളിക്ക് അങ്ങനെ ശിഷ്യന്മാരെ ഇല്ല. പുള്ളിയുടെ 5 പേരിൽ പോലും എന്നെ തികയുന്ന ശിഷ്യന്മാരെ പുള്ളിക്കുള്ളൂ അല്ലേ. അങ്ങേ പോലും അറിയുമെന്ന് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇപ്പോൾ ഇവിടെ പോഡ്കാസ്റ്റിൽ വന്ന 90% ആൾക്കാരും അങ്ങയുടെ ഗുരുസ്ഥാനത്തിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ചേട്ടൻ്റെ സ്ഥാനത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്കൊന്ന് പണ്ട് സൂതൻ്റെ കാലം മുതലേ നമ്മൾ മനുഷ്യർ കേട്ട് പഠിച്ച ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പലതവണ അങ്ങയുടെ ഗുരുനാഥരുടെ അടുത്തൊക്കെ പോകുമ്പോൾ അങ്ങ് കേൾക്കാനാണ് പോവുക. അതേപോലെ ഒരു ബുക്ക് അങ്ങേ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് വേറെ ഒന്നും അല്ലേ, വേറെ ആൾ വീട്ടിലാണ് പോയിരിക്കണം എന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെ എൻ്റെ വീട്ടിൽ വന്നിരുന്നത് അല്ലേ, ഒരു വളരെ എന്താ പറയുക, ആ ഒരു ദാഹമായിരിക്കാം അങ്ങേക്ക് പല സബ്ജക്റ്റിനെ പറ്റി ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഉള്ളത്. അതുകൊണ്ടാണ് എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ റീസണബിളായിട്ട് ആൾക്കാർ കാണുന്ന ഒരു പോഡ്കാസ്റ്റ് അങ്ങനെയാണ്. പക്ഷേ ഐ ആൾവേസ് എൻജോയ് ടോക്കിംഗ് ടു യു. അല്ലെങ്കിൽ ദർ ഇസ് ലോഡ് ഓഫ് പീപ്പിൾ ഇൻ ദ പോഡ്കാസ്റ്റ്, ദേ കീപ് ആസ്കിങ്
മനോഹരമായ പോഡ്കാസ്റ്റാണ്, നോട്ട്സ് എഴുതിയിരിക്കുന്ന പോഡ്കാസ്റ്റാണ്. അതുകൊണ്ടാണ് പല ചോദ്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. ചില അങ്ങേക്ക് അറിയാത്ത കാര്യങ്ങൾ അങ്ങ് അറിയില്ല എന്ന് തന്നെ പറയും. അതാണ് ഏറ്റവും വലിയ സൗന്ദര്യം ഒരു പോഡ്കാസ്റ്റ്. അപ്പോൾ ഈ പറഞ്ഞു നിർത്തിയ ഈ ചക്രങ്ങളുടെ കാര്യം, അങ്ങ് വിദേശ വിദ്യാർത്ഥികളുമായി വളരെ കണ്ടിന്യൂസ് ആയ ബന്ധം പുലർത്തുന്ന ഒരു കാലത്തിൻ്റെ 12 വർഷത്തോളം അങ്ങതിൽ ഉള്ള ആളാണ്. എനിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിദേശികളായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് തന്ത്രേന വലിയൊരു തെറ്റിദ്ധാരണ ഉള്ളൊരു കാലഘട്ടത്തിൽ ഇതേ വിദേശികൾ നമ്മുടെ നമ്മളൊന്ന് ടോപ്പിക് സംസാരിച്ച് വരുമ്പോൾ ഓർക്കുന്നുണ്ടാവും, ഈ പല സബ്ജക്ട്സും അങ്ങ് നേരത്തെ പറഞ്ഞു ചക്ര ഹീലിങ്ങിൽ ചെറിയ പ്രായങ്ങളിലുണ്ടാവുന്ന ചില ട്രോമാസ് അല്ലേ, വളരെ വളരെ ഈസി, സോ ബിഗ് സബ്ജക്റ്റ് ആക്ച്വലി സ്പീക്കിംഗ്. ആ സബ്ജക്റ്റിൽ അങ്ങ് പറഞ്ഞു ഈ ട്രോമാസ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നൊരു കോൺസെപ്റ്റാണ് അല്ലേ. അതിന് മാത്രം ദേ യൂസ് ടു ചാർജ് ലോഡ് ഓഫ് മണി, അത് പുറത്തുള്ള ആൾക്കാരായാലും. പക്ഷെ അതൊക്കെ നമ്മുടെ സംഭാവനയല്ല ശരിക്കും പറഞ്ഞാൽ, ഈ യോഗിക് കൾച്ചറിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സംഭാവനയല്ലേ. ആണ്, തീർച്ചയായിട്ടും. അവരത് ഡീകോഡ് ചെയ്തെടുത്തപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അതൊന്നും ഇങ്ങനെ ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ തിയറി എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട്. ഇപ്പോൾ സീക്രട്ട്, റോണ്ട ബൈൻ്റെ ഫേമസ് ബുക്കാണ് സീക്രട്ട്. അദ്ദേഹം അതേ ബേസ് ചെയ്തിട്ട് കുറേ കഥകൾ എഴുതിയിട്ടുണ്ട്. പുനർജന്മത്തിനെ പറ്റിയിട്ട് നിരവധി ജന്മങ്ങൾ, അനവധി ഗുരുക്കന്മാർ, മെനി മാസ്റ്റേഴ്സ് മെനി ലൈഫ്സ് എന്ന് പറയുന്ന പുസ്തകം വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഇതിന് കൃത്യമായിട്ട് നമ്മൾ ശിവസൂത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഭാവ തദ്ഭവതി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒറ്റ വരിയിൽ കാര്യം മാനിഫെസ്റ്റേഷൻ മൊത്തം പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങളുടെ ഭാവം അത് ഭവിക്കും, ഒരു മാറ്റമില്ല. ഭാവ തദ്ഭവതി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭാവത്തിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് അവിടെ പറയുന്നത്. അപ്പം ഈ പറയുന്ന ആ ഭാവത്തിൻ്റെ ബോധതലത്തേക്കാണോ അങ്ങ് കൊണ്ടുവരുന്ന ആൾക്കാർ, അതിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഒരു ശുദ്ധീകരണം നമുക്കൊരു സ്ഥിതി ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യം. ഫസ്റ്റ് ഓഫ് ഓൾ യു ബി സ്റ്റേബിൾ. ആദ്യം ഒരു സ്ഥിതിയിലേക്ക് വരൂ, എന്നിട്ടല്ലേ ഇതിലേക്കൊക്കെ നടക്കാൻ പറ്റില്ല. അല്ലാണ്ട് നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. ആദ്യം നമ്മളൊരു സ്ഥിതിയിലേക്ക് വന്ന് ആദ്യം നമ്മളൊരു ഇരുത്തം പ്രാപിച്ച് ശ്വാസത്തിൻ്റെ ഗതി, പ്രാണൻ്റെ ഗതി കറക്റ്റാക്കി അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ നേരിട്ട് നമ്മളൊരു മന്ത്രജപത്തിലേക്ക് ഇതിലേക്ക് കടക്കുമ്പോണ്ടാവുന്ന ഡിസ്റ്റർബൻസ്, ടർബലൻസ് എന്ന് നമ്മൾ പറയില്ലേ, ഈ ചുഴികളെ ഫേസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പക്ഷേ കൃത്യമായി പ്രാണനെ കൃത്യമായിട്ട് സഞ്ചലനം ചെയ്തൊരു ശരീരത്തിൽ ആ ചുഴികളെ അടക്കാൻ എളുപ്പമാണ്. അതാണ് ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോഴുള്ള ഗുണം. ജപവും യോഗവും തമ്മിലിപ്പം നമ്മൾ നാമം ജപിക്കുന്നുണ്ട്, ലളിതാസനാമം ജപിക്കുന്നുണ്ട്, ദേവി മഹാത്മ്യം വായിക്കുന്നുണ്ട്. ഇതിനൊക്കെ മുന്നേ നമ്മൾ യോഗത്തിലും കൂടി ഉള്ള ഒരാളിത് ചെയ്യുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാറ്റം വളരെ എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ, എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരാൾ ഇവിടുന്ന് തീവണ്ടിയിൽ പോകുന്നതും ഫ്ലൈറ്റിൽ പോകുന്നതും നമ്മൾ വ്യത്യാസമേ ഉള്ളൂ. സമയം എല്ലാം ലാഭമാണ്, മനസ്സിലായില്ല. പക്ഷേ ആ പ്രോസസ്സിന് രണ്ടിൻ്റെയും ചാർജുകൾ ഈ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം ട്രെയിനിൽ പോകുമ്പോഴുള്ള ചാർജ് ആവില്ല ഫ്ലൈറ്റിന് പോകുമ്പോൾ ഉണ്ടാവുക. അത് പല ഗുരുക്കന്മാരും ചാർജ് ചെയ്യും. പക്ഷേ അത് അവർക്ക് അറിഞ്ഞിട്ടാണോ അതിൽ ഗുണമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ഇന്നർ ചൈൽഡിൻ്റെ ഒരുപാട് വളരെ ഭീകരമായ വേർഷൻസ് പലരുടെയും ഹീലിങ്ങിന് പോയിട്ട് ഞാൻ കണ്ടു. കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് യോഗനിദ്ര പോലുള്ള മാനസികമായിട്ടുള്ള വിഷയത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ്. യോഗം ഉണ്ട്, യോഗത്തിൽ തന്നെ യോഗിക് കൗൺസിലിംഗ് എന്ന് നമ്മൾ പറയും. യോഗത്തിൻ്റെ അവസ്ഥയിൽ ഇരുന്നിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് എന്താ പ്രശ്നം എന്ന് കേൾക്കുക. ചിലർ കേട്ടാൽ മതി, അവരെ കഥ കേട്ടാൽ തന്നെ അവർ സ്വാഭാവികമായിട്ടും ഇതേപോലെ ഒരാൾ, അതെ ഇതിപ്പോൾ താങ്കളെപ്പോലെ ഒരാൾ ഇരുന്ന് കേൾക്കുകയാണ്, വെറുതെ ഇരുന്ന് ഇങ്ങനെ കേട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ മനോഹരമായ ശാന്തമായൊരവസ്ഥയിൽ നിന്ന് ഒരാൾ കേട്ടിട്ട് കുഴപ്പമില്ല എന്നൊരു വാക്ക് കിട്ടിയാൽ മതിയായിരിക്കും. അതിൽ തീരാവുന്നേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. ചിലതൊക്കെ വളരെ ഡീപ്പ് ട്രോമാസ് ആയിരുന്നു. കഴിഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം, ഒരു കുട്ടി, ഒരു 13 വയസ്സുള്ളൊരു കുട്ടി, അവർ ഭയങ്കര അഗ്രസീവായിട്ട് പെരുമാറുന്നു എന്നുകൊണ്ടാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. ആ കുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ആ കുട്ടി ഒരു ഫിസിക്കൽ അബ്യൂസിൽ കൂടെ കടന്നു പോയിട്ടാണ്, ബന്ധു തന്നെയാണ്. ഞാൻ അറിഞ്ഞിട്ടല്ല, ഞാൻ സെഷൻ തുടങ്ങിയ ഉടനെ ഐ ഫീൽ എ കൈൻഡ് ഓഫ് എനർജി നമ്മൾ പറയില്ല, ഒരു വൈബ്രേഷൻ, നമുക്ക് ചെറിയ ഇൻഡ്യൂഷൻസാണ്. ഞാൻ ആ ഇൻഡ്യൂഷൻ വെച്ചിട്ട് ചോദിച്ചു, മോളെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ചെറുപ്പത്തിലുണ്ടായിട്ട് ചോദിച്ചപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കരഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്രോസസ്സിൽ കൂടെ കടത്തി വിട്ടു. അതിനുശേഷം ആ കുട്ടി 2ാമത്തെ തവണ എൻ്റെ അടുത്ത് അമ്മ കൊണ്ടുവരും. അപ്പോൾ പറയാം ഇവള് വീണ്ടും പഴയ പോലെ അഗ്രസീവായി. അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, അവൾ എല്ലാം സപ്രസ് ചെയ്തിട്ടായിരുന്നു. അവൾ ആദ്യം ഈ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ആരോടും സംസാരിക്കില്ല. 2ാമത് ഇപ്പോൾ അവൾ ചുമരിലൊക്കെ വിട്ട് ഇടിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് സംശയം, ഇവൾക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ 2ാമത് ഞാൻ അവളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയതാണ് സംഭവം. അപ്പോൾ അവൾ വന്നിട്ട് വേഗം വന്നിട്ട് എനിക്ക് ഷെയ്ക്കൻ്റെ തന്നു.
ആ കുട്ടിക്ക് എല്ലാ പുരുഷന്മാരെയും തൊടാൻ പോലും പേടിയുന്നു. എനിക്കൊന്ന് ഷേക്കിന്നിട്ട് പറഞ്ഞു, സാർ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം ചോദിച്ചാൽ എന്താ പറ്റി? അല്ല സാറ് പറഞ്ഞില്ല എന്ന്, ഞാൻ വളരെ ഉഷാറാണ്, ഞാൻ അതിനുശേഷം ആ വ്യക്തിനെ കണ്ടിരുന്നു, എനിക്കൊന്നും തോന്നിയില്ല. അപ്പോൾ അവനാ കഴിഞ്ഞു, കുട്ടിയുടെ ഉള്ളിൽ നിന്ന് അത് പോയി. ഇതിപ്പോൾ കുറച്ച് പിന്നെ പല മാന്ത്രികം എന്ന് പറയുന്ന വിഷയത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം മാനസികമായിട്ട് നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ വാക്ക് തന്നെ, വാക്കിൻ്റെ ശക്തി കൊണ്ട് നമ്മളൊരാളെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഹയർ വേർഷൻസിലേക്ക്, എനർജറ്റിക്കൽ എൻറ്റിറ്റീസിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ വേറൊരാളുടെ സഹായം തേടിയിട്ട് അതിലേക്ക് നമ്മൾ കടക്കുന്നത്. പക്ഷെ നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ചില ആളുകൾക്കൊക്കെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്താൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഹീലാവും നമ്മൾ. ഇത് അങ്ങേപ്പോലുള്ള ആൾക്കാരുടെ ഒരു വലിയ, ഞാനെപ്പോഴും എനിക്ക് പല പാരലായിട്ടുള്ള പല ഗുരുക്കന്മാരും അങ്ങയുടെ ഒരുപാട് ഹെൽപ്പ് എടുക്കാറുണ്ട് ഈ പ്രാണം കറക്റ്റ് ചെയ്യാനൊക്കെ. അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ വിനുവിൻ്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യോഗി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാണ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എനർജി കൺട്രോൾ ചെയ്യാൻ, എയർ കൺട്രോൾ ചെയ്യുന്ന ആളുടെ മോസ്റ്റ് ഓഫ് ദ ടൈം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്തെ അപ്പോൾ അങ്ങ് ഈ പറഞ്ഞ ഈ ട്രോമാസ് ഉള്ള കുറേ ആൾക്കാർ, ഇപ്പം ഒരു പൈസ ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ കടമുള്ള അവസ്ഥ മറ്റുള്ളവരറിയുമ്പോൾ ഉണ്ടാവുന്ന മാനഹാനിയിലാണ് മോസ്റ്റ് ഓഫ് ദ ടൈമും ഒരാൾ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്, അല്ലേ, അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. അല്ലാതെ അത് ഇന്ന് സംബന്ധിച്ചിടത്തോളം ഇത്രയും ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. എന്ത് പണിയെടുത്താലും പല തരത്തിലും തീരാവുന്ന, അങ്ങ് നമ്മൾ ബാംഗ്ലൂർക്ക് ഒരുപാട് കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ എന്തെല്ലാം ജോലി ചെയ്ത ആൾക്കാർ പണം ഉണ്ടാക്കുന്നു. അപ്പോൾ ഡാൻസ് അറിയാത്ത ആൾ പോലും ഡാൻസ് ചെയ്തിട്ട് ഈസ് മേക്കിംഗ് മണി ഫ്രം യൂട്യൂബ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ കുറേ ആൾക്കാർ അങ്ങ് കേൾക്കുന്നുണ്ട്, കുറേ ആൾക്കാർ അങ്ങ് പഠിപ്പിക്കുന്നുണ്ട്, കറക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതോടൊപ്പം തന്നെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ മാഫിയ പോലെ ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ട്, അല്ലേ. അപ്പം അങ്ങേപോലെ പുതിയ ന്യൂ ജനറേഷനിലേക്ക് കടന്നു വരുന്നത്, അപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു, ഐ തിങ്ക് പ്രേക്ഷകർക്ക് അറിയാത്തൊരു സാധനമായിരിക്കും, യു ആർ എന്താ പറയുക, നിങ്ങൾ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് സയൻസിൽ, അല്ലേ, ബീയിങ് എ ടീച്ചർ. നിങ്ങൾക്ക് ഈസി ആയിട്ട് അങ്ങയുടെ പ്രായത്തിൽ ആയിരുന്നു, ഇപ്പോൾ 40 വന്നേക്കുന്ന അങ്ങ് ജോലിക്ക് പോയിരുന്നെങ്കിൽ എന്നൊരു സീനിയർ സോഫ്റ്റ്വെയർ കമ്പനി ഡയറക്ടർ ആവേണ്ട ആളാണ്. കാരണം ഐ നോ പീപ്പിൾ ഇൻ ദിസ് യുവർ ഏജ്, ബാംഗ്ലൂരൊക്കെ അസൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴും അങ്ങ് ഒരിക്കലും പണത്തെപ്പറ്റി ഓർക്കാറില്ല, എന്നും കൂളാണ്. അന്ന് എന്നാണോ ആ യൗവനപ്പോഴും അന്ന് നിലനിർത്തുന്നതാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് കിടക്കുമ്പോൾ കളക്റ്റീവ്ലി നിങ്ങളുടെ ജനറേഷൻ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഇല്ലേ സൊസൈറ്റിയോട്, ഇങ്ങനെ ഫ്രാക്ചേർഡായിട്ട് പോകുന്ന ഒരു സൊസൈറ്റി? തീർച്ചയായിട്ടും നമ്മളാണല്ലോ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ജെൻസി എന്ന് പറയുന്ന ജനറേഷനെ, അല്ലെങ്കിൽ ജെൻ ആൽഫ, അല്ലേ, ജെൻ ആൽഫയാണ് രണ്ടും, ജെൻസി ജെൻ ആൽഫ. ജെൻസിയും ജെൻ ആൽഫയും ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും ഉത്തരവാദിത്വം നമുക്കാണ്, അല്ലേ. അതിലേറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പിന്നെ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥേനെ പറ്റി പറഞ്ഞില്ലേ. ശരിക്കും ദാരിദ്ര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലാണ്. എക്സാക്ട്ലി. നമ്മുടെ ഉള്ളിലാണ് ദാരിദ്ര്യം തുടങ്ങുക. എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങുക. അസുഖം നമ്മുടെ ഉള്ളിൽ നിന്ന് തുടങ്ങുക, മനസ്സിൽ നിന്നാണ് തുടങ്ങുക. മനസ്സിലാണ് നമ്മുടെ ദാരിദ്ര്യം ആദ്യം തുടങ്ങുക. മനസ്സിൽ ദാരിദ്ര്യം ഇല്ലാതിരുന്ന എല്ലാ സ്ഥലത്തും ആ റിച്ച്നെസ് റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങൾ നോക്കൂ, നിങ്ങൾ വളരെ റിച്ചായി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും റിച്ചാണ്. എല്ലാവരുടെ ഉള്ളിലേക്കൊന്ന് വെറുതെ നിങ്ങളുടെ കുറവുകളൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ നിങ്ങൾക്ക് കിട്ടിയതിനൊന്നും അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് ഇപ്പം തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ചിരി വരും. ആ മുഖം തെളിയും, ഉറപ്പായിട്ടും തെളിയും, 100% ഉറപ്പാണ്. ഇത് കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ കുറവുകളെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ നിങ്ങളുടെ കൂടുതലുകളൊന്നും ശ്രദ്ധിച്ചു, നിങ്ങൾക്ക് ഉള്ളതിനൊന്നും അങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്ക്. ഉള്ളു നിറയും. അപ്പോൾ ആ ഉള്ളു നിറയുന്ന അവസ്ഥ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമം ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന്, എൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ ജെൻസി ജെൻ ആൽഫ എന്ന് പറയുന്നവർ നമ്മളെപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. വളരെ നല്ലൊരു ജനറേഷനാണ് അവർ. നമ്മൾ കുറ്റം പറയുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നു അവർ അങ്ങനെയാണ്, അവരിങ്ങനെയാണ്, അവർ ഡ്രഗ്സിൻ്റെ പിന്നിലാണ്, എല്ലാം കുറ്റം മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവരും നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം ചെയ്ത കാര്യങ്ങൾ അവർ പരീക്ഷിക്കുകയാണ്. നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന പല കാര്യവും പരീക്ഷിക്കാനാണ് അവർ മുതിരുന്നത്. നമ്മുടെ ഈ ജനറേഷൻ അവരുടെ മുമ്പിൽ വയലൻസും ഡ്രഗ്സും ഇട്ട് കൊടുക്കുമ്പോൾ അത് പരീക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നു. അതിന് പകരം ശാന്തിയും സമാധാനവും സ്നേഹവും പ്രണയമൊക്കെ ഇട്ട് കൊടുത്ത് അത് പരീക്ഷിക്കാൻ അവർ തയ്യാറാവുന്നു. അതുകൊണ്ട് അച്ഛനമ്മയും ബുക്ക് വായിക്കുന്ന വീട്ടിൽ മക്കൾ ഓട്ടോമാറ്റിക്കലി ബുക്ക് വായിക്കും. നമ്മളെല്ലാവരും മൊബൈലിലല്ലേ, അവർ മൊബൈൽ, എന്നിട്ട് നമ്മൾ മൊബൈൽ തോണ്ടിയിട്ട് അവരുടെ പറയും വേണ്ടാട്ടോ മൊബൈൽ അധികം ഉപയോഗിക്കുന്നത്, മൊബൈൽ മോശം. അപ്പം കുട്ടികളെ നോക്കുമ്പോൾ അച്ഛനെന്തിനും ഉപയോഗിക്കുന്നത് കഴിഞ്ഞില്ലേ. ഞാൻ എൻ്റെ മക്കളോട് മൊബൈൽ ഉപയോഗിക്കേണ്ടെന്ന് പറയില്ലേ, ഞാൻ പറയും എനിക്ക് അധികാരം കിട്ടിയിട്ടില്ലേ പറയും. ഞാൻ മൊബൈൽ ഉപയോഗിക്കേണ്ടല്ലോ. പക്ഷേ ഞാൻ ചെയ്യാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നത് നിർബന്ധമായിട്ട് പറയും. ഞാൻ ജീവിതത്തിൽ ചെയ്യാറില്ല. ടി വി കാണരുത് പറയും. ഒരു വിഷയം വേണ്ടാത്തൊരു സംസാരം ഭക്ഷണം കഴിക്കുമ്പോൾ പാടില്ല. കാരണം ഈ ഭക്ഷണത്തിനോടൊപ്പം നമ്മൾ സംസാരിക്കുന്ന വിഷയം, നമ്മൾ കാണുന്ന വിഷയമൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോയി കോശങ്ങളിലേക്ക് എത്തുന്നുണ്ട്. റൂട്ടഡാണ്. കാരണം നിങ്ങൾ കഴിക്കുന്നതല്ല നിങ്ങളുടെ ഊർജ്ജമായി മാറുന്നത്. ആ ഊർജ്ജത്തിനോടൊപ്പം നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾക്കും ആഹാരമുണ്ട്. കേൾക്കുന്നത് ചെവിക്ക് ആഹാരം,
കാണുന്നത് കണ്ണിന് ആഹാരം, തൊടുന്നത് നമ്മുടെ ത്വക്കിന് ആധാരം, നമ്മുടെ ആഹാരം, ശ്വസിക്കുന്നത് മൂക്കിന് ആധാരം അല്ലെങ്കിൽ സ്മെല്ല്, അതേപോലെ വായിലുള്ള രുചി പിന്നെ എല്ലാവർക്കും അറിയാം. ഇതിലെവിടെയെങ്കിലും ദഹനക്കേട് വന്നാൽ മതി. കേട്ടൊരു വാർത്ത ദഹിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോരം കാലം വയറ് കിടക്കുന്ന ഭക്ഷണത്തിലേക്ക് അപകടമാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന അനുകരിക്കുകയാണ് ആദ്യം അവർ ചെയ്യുക. അപ്പോൾ ഒരു തലമുറ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് അനുകരണം എവിടെ പഴിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. ആ അനുകരണം കൃത്യമാക്കി കൊടുത്താൽ മതി. കാരണം നമ്മുടെ പൂർവ്വപിതാമാർ നമ്മളൊക്കെ ജനറേഷൻ എവിടുന്നാണ് ജനറേറ്റ് ചെയ്തെന്നുള്ള സയൻസ് പറയുന്നുണ്ടല്ലോ. കുറേയൊക്കെ സയൻസ് പറയുന്നതിലേക്ക് നമുക്ക് നോക്കാം. അപ്പം ആ ജീവികൾ എന്താ ചെയ്യുന്നത്? അനുകരണമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ അനുകരിക്കാനുള്ളൊരു ശ്രമം നമ്മുടെ ജീനിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ അനുകരിക്കാനുള്ള സാധനങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ അനുകരിക്കായിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മോളൊക്കെ 3 വയസ്സായിട്ടുള്ളൂ. അവൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഞാനിങ്ങനെ കൈ തൊട്ടിട്ട് ഭക്ഷണത്തിൽ ജപിച്ചിട്ടാണ് കഴിക്കുക. അത് എല്ലാ ദിവസവും അവൾ വന്നിട്ട്, ഇപ്പോൾ ഇന്നലെ രുദ്രനൊക്കെ എൻ്റെ മോൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഭക്ഷണത്തിൻ്റെ ഒരു പീസ് പൊട്ടിച്ചിട്ട് ഇത് അച്ഛൻ അവിടെ വെച്ചിരിക്കുന്നു, അച്ഛൻ ചെയ്ത പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങോട്ട് ഭക്ഷണം കഴിക്കുന്നിടത്ത് പോയിട്ടില്ല. അനുകരണം കൃത്യമാകുമ്പോൾ അത് കൃത്യമായിട്ട് അവിടെ അതിച്ചിട്ട് അച്ഛനും അമ്മയും ഡ്രഗ് ഉപയോഗിച്ചാൽ മക്കൾ ഡ്രഗ് ഉപയോഗിക്കണമെന്ന് ഒരു അഭിപ്രായമില്ല. പക്ഷേ അവർക്ക് കിട്ടുന്ന ഇൻപുട്സ് അങ്ങനെയാണ്. ആ ഇൻപുട്സിനെ കുറച്ചുകൂടി നല്ലതാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒത്തുപിടിച്ച് ശ്രമിക്കാം. അത് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ ഞാനും താങ്കളും അടക്കം ഇപ്പോൾ ഒരു നല്ല പോഡ്കാസ്റ്റ് നടക്കുകയാണ്, അതിരുന്ന് ആൾക്കാർ കാണുന്നുണ്ട്. ഇപ്പോൾ ഭജന സംഘങ്ങൾ, ഭജൻസ് ഇറങ്ങിയിട്ടുണ്ട്. എന്തോരം ഇമ്പാക്റ്റാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. ഒരു സമൂഹത്തിൽ എന്തോരം ഇമ്പാക്റ്റാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പാർട്ടിക്ക് പോയിട്ട് ഡാൻസ് ചെയ്തിരുന്ന മറ്റേ പാർട്ടി ഡാൻസ് നടത്തിയിരുന്നവരൊക്കെ ഭജനയ്ക്ക് പോയി ഡാൻസ് ചെയ്യാൻ തുടങ്ങിയില്ലേ. ഇതേപോലെ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് ഓരോ വിഷയത്തിലും സാധിക്കും, ഓരോരുത്തർക്കും സാധിക്കും. എല്ലാവരും അവരവരുടെ വിഷയം പറഞ്ഞാൽ മതി. അവരവരുടെ വിഷയം പറഞ്ഞ് പേടിപ്പിക്കരുത്. മനസ്സെന്ന് പറയണം. അതായത് മനസ്സെന്ന് പറയുമ്പോൾ തന്നെ പേടിപ്പിക്കരുത്. അവരവരുടെ വിഷയത്തിന് ലഘുവാക്കി കൊടുക്കണം. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കാനല്ല ഉണ്ടാക്കണേ, അല്ലേ? മത്സരത്തിലല്ല. മാത്രമല്ല ഭക്ഷണം കഴിക്കാതിരിക്കാരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആചാര്യന്മാർ ശാസ്ത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഉപയോഗിക്കാനാണ്. അല്ലാണ്ട് ഈ ശാസ്ത്രത്തിൻ്റെ വലിപ്പം കാട്ടി പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശാസ്ത്രത്തിന് ലഘുവാക്കിയിട്ട് ഈ ജെൻ ആൽഫയും ജെൻ സിക്കൊക്കെ വല്ലാണ്ട് പേടിപ്പിച്ച് കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് ഒന്നും വേണ്ടെന്ന് പറയും. യോഗം ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, എങ്ങനെ ചെയ്യാൻ പാടില്ല, 51 പ്രശ്നങ്ങൾ പറഞ്ഞാൽ അവർ പറയും അല്ല എത്രയും ബുദ്ധിമുട്ടിയിട്ട് അത്രയും കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഞങ്ങൾ സിനിമ കണ്ടോളാം പറയും. അപ്പോൾ നമ്മൾ ആ സിനിമയിലേക്ക് വരെ പറഞ്ഞു വിട്ടതാരാ? നമ്മളല്ലേ. അപ്പോൾ അവർ കുറച്ചുകൂടി ലഘൂകരിച്ചിട്ട് ഇത് ചെയ്താൽ അങ്ങനെയാവും കേട്ടോ, ഇത് ചെയ്ത് നിങ്ങൾക്ക് നല്ല വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ടേസ്റ്റിനനുസരിച്ച് അവരുടെ ഒപ്പം നടന്ന് അവരെ മാറ്റാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണം. അതിന് ഈ വിഷയങ്ങളൊക്കെ നല്ലതാണ്. അവർ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. ഈ പറയുന്നപ്പോൾ ഒരുപാട് യങ് ജനറേഷൻ സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ കടന്നു വരുന്നുണ്ട്. കുംഭമേള നടക്കുന്നുണ്ടല്ലോ. കുംഭമേളയിൽ നോക്കൂ എന്തോരം ആളുകളെ, ഈ 60 കോടിയോളം ജനങ്ങൾ മുങ്ങിപ്പോയി. ഈ 60 കോടി വൃദ്ധജനങ്ങളാണോ ഇന്ത്യയിലുള്ളത്? അല്ലല്ലോ. പകുതിയിലധികം ആൾക്കാർ യങ്സ്റ്റേഴ്സ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നവരല്ലേ. അത് വരും, കടന്നു വരും 100%. നമ്മളൊന്നും ഒപ്പം നിന്ന് കൊടുത്താൽ മതി. അവരെ കുറ്റപ്പെടുത്തൽ നിർത്തും. നമ്മളാ കാരണം നമുക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മടി കൊണ്ട് നമ്മൾ അവരിൽ പഴി ചാരി രക്ഷപ്പെടുക ചെയ്യുന്നത്. അത് നിർത്തും. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളെ കുറച്ച് നേരം കേൾക്കാം, മൊബൈലും താഴെ വെച്ച് കുറച്ച് നേരം കുട്ടികൾ പറയുന്ന കഥ കേൾക്കൂ, അവരൊപ്പം കുറച്ച് നേരം കളിക്കൂ. മൊബൈലിൽ നിന്ന് വിട്ടിട്ടൊരു ജീവിതം കൂടി. ഇപ്പോൾ ഇതൊക്കെ മൊബൈലിൽ ഇരുന്നിട്ട് തന്നെ കാണുന്നത്, ഞാൻ കുറ്റം പറയില്ല. പക്ഷേ ഫുൾ ടൈം അതിലിരിക്കുന്നതല്ല. അവർക്ക് സ്പേസ് കൊടുക്കേണ്ടടുത്ത് അവർക്ക് സ്പേസ് കൊടുത്താൽ, അവരുടെ കഥകൾ കേട്ടാൽ, ചില കഥകൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ആ ഗൃഹാതുരത അവരിലുണ്ടാവും, അച്ഛനും അമ്മയുടെ സ്നേഹം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മുത്തപ്പൻ്റെ വാള ഇളയപ്പൻ എന്ന് പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പാരൻസിനെ കൊണ്ടുപോയിട്ട് വൃദ്ധസ്ഥാനത്തിലിട്ട് നമ്മൾ അവരോട് പെരുമാറുന്നതൊക്കെ കണ്ടിട്ട് അതേപോലെ അവർ ആ കുട്ടികൾ നമ്മളോട് പെരുമാറും. ഉത്തരവാദിത്തം ആരാ? അവൻ മോശമായിട്ട് എന്നോട് പെരുമാറി, ആരാ കാണിച്ചു കൊടുത്ത്? ഞാനാ കാണിച്ചു കൊടുത്തത്. ഉത്തരവാദിത്തം എനിക്കാണ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു തലമുറ വീരന്മാരുണ്ടാവണം. നമ്മുടെ നാടിന് നഷ്ടപ്പെട്ടത് വീരത്വമാണ്. തെറ്റായ അഹിംസ പറഞ്ഞ് നമ്മുടെ നാടിൻ്റെ വീരത്വത്തിനെ കെടുത്തിയത് നമ്മൾ കുറച്ച് പേര് തന്നെയാണ്. അത് തിരിച്ചു വരണം. തിരിച്ചു വന്നാൽ മാറാവുന്ന പ്രശ്നങ്ങൾ എവിടെ ഉള്ളൂ. തലമുറ വീരന്മാരുടെ ആണെങ്കിൽ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. അടിസ്ഥാനപരമായ എല്ലാ പ്രശ്നവും ഇവിടെ മാറിക്കിട്ടും. വെൽ സെറ്റ്. നമ്മൾ പറയില്ലേ, ഒരു കോളേജിൽ പ്രഭാഷണമല്ല, ഒരു പ്രസംഗം കേട്ട പോലെ ഉണ്ട്. ഒരു മഴ പെയ്ത് തൊഴിഞ്ഞ പോലെ. നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുമ്പോഴേ ഇപ്പം ഈ സാധനാ മാർഗ്ഗങ്ങളും ഉപാസനാ മാർഗ്ഗങ്ങളും എപ്പോഴും യോഗയുമായിട്ട് വളരെ ഇൻകോപ്പറേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു സംഗതിയാണ്. കാരണം പല ഉപാസനകളിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അറിഞ്ഞും അറിയാതെയും അങ്ങയുടെ ഡെസ്കിലും എത്തിയിട്ടുള്ളതാണ്. പല ഉപാസനകൾ എടുത്ത് ചെയ്യുന്ന ആൾക്കാരുടെ മാനസിക സംഘർഷങ്ങൾ, അല്ലെങ്കിൽ അവർക്കുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ അങ്ങേക്ക് ഗുരുനാഥന്മാരാണെന്ന് അങ്ങ് കാണുന്ന ബ്രദേഴ്സ് അല്ല ബിഗ് ബ്രദേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും അങ്ങോട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒത്തിരി സംഗതികൾ എനിക്കും പേഴ്സണലി അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ സമയങ്ങളിലൊക്കെ ഈ
വായു അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രാണായാമം അല്ലെങ്കിൽ ഭസ്ത്രിക ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോപ്പർ ഗൈഡഡ് അല്ലാത്ത ഉപാസനാ മാർഗങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഉപാസകനെ സാധനയിലേക്ക് എത്തിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല, ഒരിക്കലും എത്തിക്കില്ല. അപകടത്തിലേക്ക് എത്തിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ അടുത്തൊരു ദേവത, ഞാൻ സാധന ചെയ്ത് സിദ്ധി വരുത്തിയൊരു ദേവത, ഇപ്പോൾ ഞാൻ യോഗത്തിൻ്റെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് പറയുന്നത് കേട്ടോ. യോഗത്തിൻ്റെ ഇതിലല്ല നിന്ന് സംസാരിക്കുന്നത്, കൃത്യമായിട്ടൊരു സാധനയുടെ തലത്തിൽ അങ്ങ് സാധനയെ പറ്റി ചോദിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ ഒരു ദേവത എൻ്റെ അടുത്ത് സിദ്ധിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ കടന്നു വരുമ്പോൾ അയാളുടെ യോഗ്യത നോക്കാണ്ട് അയാൾക്ക് ആ ദേവതയെ കൊടുത്തു. അയാൾ ഉദ്ദേശിച്ച അയാളുടെ ജീവിതം നന്നാവണം, ബിസിനസ് വെച്ച് പിടിക്കണം, ഇതൊക്കെയാണ്. ഞാൻ കൊടുത്ത ദേവതയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മോക്ഷമാർഗ്ഗമാണ്. എല്ലാറ്റിനെയും കട്ട് ചെയ്തിട്ട് ഇതാക്കണം. ബിസിനസ് കൂടുതൽ തകരുന്നു, ബന്ധങ്ങൾ തകരുന്നു, ജീവിതം ആകെ പ്രശ്നത്തിലാകുന്നു. ഗുരുനാഥനെ വിളിക്കുമ്പോൾ പറയും അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. 3 പ്രാവശ്യം കേൾക്കുമ്പോൾ അയാൾ മറ്റേ ഈ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ആത്മഹത്യ എന്ന് പറഞ്ഞില്ല, അതിൻ്റെ വക്കിൽ ഒരു എത്തും ചില സാധന, പിഴച്ച സാധന. അപ്പോൾ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യോഗ്യത നോക്കിയിട്ടേ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ മാസമായിട്ട് കൊടുക്കാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട്, എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ സ്വാഭാവികമായിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ അതെല്ലാവർക്കും ചെയ്യാം. കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ ചെയ്യാവുന്ന കുറേ കാര്യം. ഇപ്പോൾ യോഗത്തിൽ തന്നെ 2 പാർട്ടായിട്ട് നമ്മൾ പറയും. യോഗ സാധനയായിട്ടും പറയും, യോഗ സാധാരണഗതിയിൽ എന്തെങ്കിലും പർപ്പസിനായിട്ടും നമ്മൾ ചെയ്യും. ആ പർപ്പസിനായിട്ട് ചെയ്യുന്നവർക്ക് അത് മാത്രമേ ഉള്ളൂ. സാധനമായിട്ട് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും, അത് ഇന്ന ഗതി, ഇന്ന സാധനത്തിന് ഇന്ന രീതി ചെയ്യണം, ഇത്ര കാലം ചെയ്യണം എന്ന് കൃത്യമായിട്ട്. ഇപ്പോൾ ത്രാടകമൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും, ഇന്ന രീതിയിലാണ് തുടങ്ങേണ്ടത്, ഇത്ര സമയം ആദ്യം, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകണം. കാരണം അവരതിൽ മുന്നേറാനായിട്ട്, ആ വഴി പിടിച്ച് മുന്നേറാനായിട്ട് പോകുന്നവരാണ്. അവരങ്ങനെ കഴിയണം. പർപ്പസിന് വന്നവരെ പർപ്പസ് മീറ്റ് ചെയ്ത് വിടുക എന്നുള്ളതാണ് രീതി. അപ്പോൾ ഗുരു അറിയേണ്ടത് വന്ന ആളുടെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ വന്ന ആളുടെ യോഗ്യത എന്താണ്, വന്ന ആൾ കൃത്യമായിട്ടും ഈ പറയുന്ന കാര്യത്തിന് യോഗ്യനാണോ, അല്ലെങ്കിൽ അവൻ ആ യോഗ്യത ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആ ഗുരുവിനുണ്ട്. അവൻ്റെ ആഗ്രഹത്തിനെ നശിപ്പിച്ചങ്ങോട്ട് വിടില്ല. അത് നിനക്ക് പറ്റില്ല, നിനക്ക് യോഗ്യത ഇല്ല എന്ന് പറഞ്ഞിട്ട് വിടലല്ല പരിപാടി. നമുക്കൊരു വിഷയം പറഞ്ഞിട്ട് അതിന് യോഗ്യത ഇല്ല തോന്നുകയാണെങ്കിൽ, അതുകൊണ്ട് യോഗ്യത ഇല്ലാത്തതുകൊണ്ടല്ലേ, അവർക്ക് യോഗ്യത ഇല്ല തോന്നിയുകൊണ്ടല്ലേ അവർ യോഗ്യത ഉണ്ടെന്ന് തോന്നിയ ഒരാളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അവരെ സഹായിക്കാനുള്ള അനുകമ്പ നമ്മൾ കാണിക്കണ്ടേ? അപ്പോൾ അവൻ ആ യോഗ്യത ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവനെ പറഞ്ഞ് മനസ്സിലാക്കി ഇതൊക്കെയാണ് ഇതിൻ്റെ വഴിയെന്ന് പറഞ്ഞിട്ട് സ്റ്റിൽ യു ആർ ഇൻട്രസ്റ്റഡ്, നമുക്ക് നോക്കാം, അങ്ങനെ ചെയ്തു കൊടുക്കണം. പേടിപ്പിക്കല്ല. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, എഗെയിൻ വീണ്ടും. കാരണം ഒരുപാട് പേരിപ്പം ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എങ്ങനെ ജപിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അത് സത്യമായിട്ടും അക്ഷരസ്ഫുടതയ്ക്കും വാക്കിൻ്റെ ഉച്ചാരണ ശുദ്ധിക്കൊക്കെ പ്രാധാന്യമുണ്ട്. അത് ശ്രദ്ധ വേണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് അത് തെറ്റ് ജപിച്ചാൽ നമ്മൾ അപകടങ്ങൾ സംഭവിക്കുന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. കാരണം പേടിയില്ലേ. അവർ നിങ്ങൾ ശ്രദ്ധയോടെ ജപിക്കൂ എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ട ആചാര്യൻ, അല്ലേ? ആചാര്യൻ പറഞ്ഞു കൊടുക്കേണ്ട ശ്രദ്ധയോടെ ജപിക്കൂ, ഇത് പറഞ്ഞു കൊടുത്താൽ മതി. അല്ലാണ്ട് ഇത് ജപിച്ചാൽ ഇങ്ങനെ ആവും പേടിയില്ല നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്പിരിച്വാലിറ്റിയുടെ ഉദ്ദേശം എന്താ? ഭയത്തിനെ മാറ്റുക എന്നുള്ളതല്ലേ. ഭയത്തിനെ മാറ്റുക, ചഞ്ചലത കുറയ്ക്കുക, കൺഫ്യൂഷൻ മാറ്റുക, ഇതല്ലേ സ്പിരിച്വാലിറ്റിയുടെ ഉദ്ദേശം. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഈ വഴി കൂടെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇത് ശരിയായ അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന മാർഗത്തിലൂടെ പോകുമ്പോൾ ഈ പറയുന്ന പ്രാണൻ്റെ ഗതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇരിക്കുന്ന അവസ്ഥ 1 മണിക്കൂർ എനിക്ക് അനങ്ങാണ്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ പ്രാണൻ വളരെ ശാന്തമായിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ മന്ത്രം ജപിക്കുമ്പോൾ എൻ്റെ ഹാർട്ട് റേറ്റ് എങ്ങനെയാണ് മാറുന്നത്? ശ്വാസത്തിൻ്റെ ഗതി എങ്ങനെയാണ്? ഞാൻ കേവല കുംഭകത്തിലേക്ക് പോകുന്നുണ്ടോ? ഇതൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കാം. അപ്പോൾ ജപം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകും. മറ്റൊരവസ്ഥയിൽ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ഡിസ്റ്റർബൻസ് ആണ്, കാലുവേദന, മുട്ടുവേദന, ആസനം മാറി അടുത്ത ആസനത്തിലിരുന്നു, അപ്പോൾ പ്രാണൻ്റെ ഗതി മാറി. അതേ മന്ത്രം ജപിക്കുന്നു, അപ്പോൾ വേറെ അവസ്ഥയിലേക്ക് പോയി. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് അപ്പുറത്ത് വരുന്നു. അപ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ആദ്യം നമ്മൾ നമുക്ക് കിട്ടേണ്ട ആസനസിദ്ധിയാണ്. ഒരാസനത്തിൽ അനങ്ങാതെ കുറച്ച് നേരം ഇരിക്കാൻ, അത് കസേരയിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ. ഇപ്പം യോഗത്തിന് പല വിധാനമുണ്ട്, കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നൊക്കെ പറഞ്ഞിട്ട്. യോഗം സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരാളിങ്ങനെ ഇരിക്കുകയാണ്, വന്നിട്ട് ആളിങ്ങനെ കയ്യും കാലും ഇങ്ങനെ ഇട്ട് അടിച്ചിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുക. അയാൾക്ക് എങ്ങനെ ഞാൻ ധ്യാനമാർഗം കൊടുക്കും? കാരണം അയാൾക്ക് പറഞ്ഞിട്ടുള്ള കർമ്മയോഗ, കാരണം അയാളുടെ എനർജി എപ്പോഴും വൈബ്രൻ്റ് ആണ്, മൂവ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കണം, നീ ഇന്ന കാര്യങ്ങൾ ചെയ്യൂ, ഇന്ന വഴിക്കൂ. അങ്ങനെ യോഗം നിശ്ചയിക്കുന്നതിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജ്ഞാനമാർഗത്തിൻ്റെ യോഗം, ആ പറയുന്ന ആൾ എന്താണ് അവൻ്റെ ശാരീരിക പ്രകൃതം, ശാരീരിക ലക്ഷണം, ഇതൊക്കെ നോക്കിയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ഏതൊരു വ്യക്തിക്കും ശരീരം കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് പ്രാധാന്യമുള്ളതാണ്. കാരണം ശരീരം ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന നമ്മുടെ ആത്മൻ, നമ്മുടെ ദേവത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ദേവത നമ്മൾ ഉപാസിക്കുന്നെങ്കിൽ ആ ദേവത ഇരിക്കുന്ന എൻ്റെ പ്രാണൻ്റെ ഉള്ളിൽ, എൻ്റെ ശരീരത്തിനുള്ളിൽ. അപ്പോൾ എൻ്റെ പ്രാണന ആ ദേവതയെ ഇരുത്താനുള്ള ബലം ഉണ്ടായിരിക്കണം.
നമ്മളൊക്കെ നടക്കുന്ന ക്ഷേത്രങ്ങളാണ് വാക്കിംഗ് ടെമ്പിൾസ്. അത് തിരിച്ചറിയണം നമ്മൾ. വാക്കിംഗ് ടെമ്പിൾസ്, ആ വാക്ക് ശ്രദ്ധിക്കുക. വാക്കിംഗ് ടെമ്പിൾ, നമ്മൾ നടക്കുന്ന ക്ഷേത്രമാണ്, നമ്മളെല്ലാവരുമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയണം, വൃത്തിയോടുകൂടി അതിനെ സൂക്ഷിക്കണം. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വൃത്തി വേണമെന്ന് ശടിക്കണമല്ലോ നമ്മളെല്ലാവരും, നമുക്കുണ്ടായിരിക്കണം അത്. അതാണ് അതിൻ്റെ കൃത്യമായ മാർഗ്ഗം. അതിന് ഈ പറഞ്ഞ എല്ലാ ഡയമെൻഷൻസ് നമ്മൾ മീറ്റ് ചെയ്യണം. നല്ല ഗുഡ് ഡിസിപ്ലിൻ മേക്ക് ഗുഡ് ഡിസൈപ്പിൾ. ഗുഡ് ഡിസൈപ്പിൾ വിൽ ബിക്കം എ ഗുഡ് മാസ്റ്റർ. യു വിൽ നെവർ ഗോ ടു ദറ്റ് മാസ്റ്റർ ഡയറക്റ്റ്ലി. ഒരിക്കലും പോവില്ല. അങ്ങനെ പോകുന്നവരൊക്കെ ഉണ്ട്, അത് ഫോളോ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ എവിടെ എത്തുമെന്ന് എനിക്കും അറിയില്ല. നമ്മൾ ഈ ലളിതാ സഹസ്രനാമത്തിന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്ന് ആ വശത്തേക്ക് പോകേണ്ടതുണ്ട്. ഈ എപ്പോഴും വിധിപ്രകാരവും വിധിക്കും ഭക്തിക്കും രണ്ട് അന്തരങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ വല്ലാണ്ട് നമ്മൾ ഈ ശ്രദ്ധ എന്നുള്ളത് പറഞ്ഞാൽ അങ്ങ് ശരി തന്നെ. പക്ഷേ ഈ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇത് ചൊല്ലാൻ പാടില്ല, ഇത് ആചരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്യേണ്ടതാണ്, ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദം, ഞാൻ മലയാളികളെ പറയുന്നത്, സത്യം പറഞ്ഞാൽ മലയാളികൾ കുറച്ചും കൂടി പ്രബുദ്ധരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ജോലിയുടെ ഭാഗമായും അല്ലാതെയും ഒരുപാട് യാത്ര ചെയ്യേണ്ടി വന്ന സമയത്ത് അവിടെയൊക്കെയുള്ള ആൾക്കാർ നമ്മളെയാണ് പറയുന്നത് ലളിതാ സഹസ്രനാമമൊക്കെ ദിവസവും ദേവി മഹാത്മ്യമൊക്കെ ദിവസവും ചൊല്ലുന്ന ആൾക്കാരാണ് നമ്മളെന്നാണ് പൊതുവെയുള്ള ഒരു വെപ്പ്. പക്ഷേ ഇവിടെ പേടിപ്പെടുത്തലുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അവിടെ ഞാൻ പറഞ്ഞ ഗ്ലോബലി അല്ലെങ്കിൽ ഇപ്പോൾ പാൻ ഇന്ത്യ നോക്കുകയാണെങ്കിൽ പലർക്കും ഇത് പേടിയുള്ളതാണ്. ഇത് ചൊല്ലിയ പ്രശ്നം വരുമോ, ഇത് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് അല്ലേ, ഇതിൽ നാമങ്ങൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു വിധി നമ്മൾ പ്രായോഗികമായി എടുക്കേണ്ടതുണ്ടോ? അത് പ്രായോഗികമായി ചെയ്യാൻ സാധിക്കും? പ്രായോഗികമായിട്ട് ചെയ്യാൻ സാധിക്കും, അതിന് തെറ്റൊന്നുമില്ല. ഇതിലെ വിധി എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധയാണ്. അതാണ് ഏറ്റവും വലിയ വിധി. അത് എല്ലാ മാർഗത്തിലും അങ്ങനെ തന്നെ. എല്ലാ മാർഗത്തിലും. ഇപ്പോൾ യോഗത്തിലാണെങ്കിൽ ശ്രദ്ധയാണ്, ഒരു ആസനം ചെയ്യാൻ ശ്രദ്ധ വേണം. ശ്രദ്ധ ഇല്ലാണ്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ശ്രദ്ധ വേണം. അപ്പോൾ അതിൽ ആചാര്യന്മാർ നിഷ്കർഷിച്ച സാധനങ്ങൾ അതുപോലെ ഫോളോ ചെയ്യണം, അതാണ് നമ്മുടെ ശ്രദ്ധ. അതിനാണ് ആചാര്യന്മാർ തോന്നിയ പോലെ ഇതൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആചാര്യന്മാർ ഈ വിധി എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്, ഇതിങ്ങനെ ചെയ്യണം എന്നുള്ള വിധി എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അങ്ങ് മലയാളിയുടെ പ്രത്യേകത ഉണ്ട്, മലയാളി ശ്രദ്ധിക്കപ്പെടാതെ പോയ കുറച്ച് പ്രത്യേകതകൾ മലയാളികളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറയാം. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഭൂപ്രദേശമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. എല്ലാ കാലാവസ്ഥാ വ്യതിയാനങ്ങളും കൃത്യമായിട്ട്, ആയുർവേദം നോക്കുകയാണെങ്കിൽ ആയുർവേദത്തിന് ഏറ്റവും ഉത്തമമായ കാലാവസ്ഥയുള്ള പ്രദേശം കേരളം. വേറെ എവിടെ ഇത്ര ഉത്തമമായ കാലാവസ്ഥ ഇല്ല ആയുർവേദത്തിൻ്റെ അപ്പോൾ ആയുർവേദം ഏത് പ്രദേശത്തിനെയും കൂടി ബേസ് ചെയ്തിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. കൃത്യമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി 18 സിദ്ധന്മാർ, ശൈവ സിദ്ധന്മാർ നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. നമുക്ക് പുറത്തുനിന്നൊരു ദേവതയെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് നമ്മുടേതായ എല്ലാ ദേവതകളും നമുക്കിവിടെ ഉണ്ട്. പുറത്തുനിന്നൊരു ദേവതേനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ ക്രിയകൾ ചെയ്യിക്കേണ്ട ഒരാവശ്യം നമുക്കില്ല. ഇവിടെ നമുക്ക് നമ്മുടേതായ വിധാനങ്ങളുണ്ട്. ഇപ്പോൾ ഭുവനേശ്വരി വിധാനമുണ്ട്, ഭദ്രകാളി വിധാനമുണ്ട്. ഇതൊക്കെ നമ്മുടെ വിധാനങ്ങളാണ്, കേരളത്തിൻ്റെ വിധാനങ്ങളാണ്. കേരളീയർ പ്രബുദ്ധർ തന്നെയാണ്. ഇനി ഭാരതത്തിന് നമ്മളൊരു ഡൗൺവേർഡ് ട്രയാങ്കിളായിട്ട് എടുക്കുക, ശക്തി ത്രികോണം. ഇനി അതും പോട്ടെ, കാശ്മീരം എന്ന് പറയുന്ന കാശ്മീരിനെ സഹസ്രാരായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മൂലാധാരം എന്ന് പറയുന്നത് നമ്മുടെ കേരള. ഇനി അതിൻ്റെ ഒന്നും കൂടി നമ്മൾ സ്പെസിഫിക്കായി നോക്കിക്കഴിഞ്ഞാൽ നാഗാരാധന ഏറ്റവും കൂടുതലുള്ള കേരളത്തിലാണ് അല്ലേ. അപ്പോൾ കുണ്ടലിനി ശക്തി എവിടെ ഇരിക്കുന്നത്? കേരളത്തിലാണ്. അന്നത്തെ കാലത്ത് കാശ്മീർ ദേശം ഇത്രയും പ്രൗഢമായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് മുന്നേ പറഞ്ഞ ചക്രയുടെ തിയറി വെച്ചിട്ട് മൂലാധാരം എന്തോരം സ്ട്രോങ് ആയിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് കയറിപ്പോയ കുണ്ടലിനി ശക്തി അവിടെ പ്രശോഭിച്ചത്. ഇപ്പോൾ ഇന്നത്തെ ആത്മീയ ഔന്നത്യം പ്രാപിച്ച ആത്മീയ ഗുരുക്കന്മാരിൽ എടുത്തു നോക്കിയാൽ മുഴുവൻ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഞാൻ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ മറ്റു ഇതിനെ സെപ്പറേറ്റ് ചെയ്യല്ല. ഈ പറയുന്ന പ്രദേശത്തിന് വളരെയധികം ഇവിടെ ജനിച്ചത് തന്നെ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാന്നാണ് പറയുന്നത്. നമ്മൾ ശരിക്കും ഇഗ്നോർ ചെയ്യാണ് ആ ഭാഗ്യത്തിനെ, പരിപോഷിപ്പിക്കുന്നത്. ആ പരിപോഷിപ്പിക്കാനായിട്ട് കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ലളിതാ സഹസ്രനാമം ഇത് വിധിക്ക് പ്രാധാന്യമുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞു. ആചാര്യന്മാർ എഴുതിയതിനെ ഒന്നിനും നിരാകരിക്കാൻ ഒരു കല്ല് പോലും എടുത്ത് മാറ്റി വയ്ക്കുകയില്ല. കാരണം അത്രയും കൃത്യതയോട് കൂടിയിട്ടാണ് ഓരോ വിധാനങ്ങളെ അവർ സൃഷ്ടിച്ചിരിക്കുന്നത്. അത്ഭുതപ്പെട്ടു പോകും നമ്മളതൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കടന്നു നോക്കുമ്പോൾ. നാഗക്കളം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, കൃത്യമായിട്ട് നാഗാരാധനയുടെ പ്രത്യക്ഷ ഉദാഹരണം. പലവിധ ചിത്രങ്ങളോ എന്താ പറയുക, പലവിധ നിറങ്ങളോട് കൂടിയിട്ടൊരു കളം വരച്ച് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഹയർ സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരാൾ വന്നിട്ട് ആ കളം മായ്ക്കും. അതായത് ഉയർന്ന അവസ്ഥയിലുള്ളവന് മറ്റേ രൂപമില്ല, പിന്നെ അവന് രൂപരഹിതമായി തീർന്നവൻ കൃത്യമായിട്ട് ആ പൊടിയൊക്കെ കൂടിയിട്ട് ഒറ്റ നിറത്തിലായി മാറും. ആ ഉയർന്ന അവസ്ഥയിൽ പോകുന്നവന് കുണ്ടലിനി ഉണർന്നവന് പിന്നെ രൂപമൊന്നുമില്ല, പിന്നെ അവൻ പൂർണ്ണാവസ്ഥയിലായിരിക്കുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നാഗക്കളം. ഇങ്ങനെ രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചാൽ എന്തോരം കാര്യങ്ങൾ നമുക്ക് തന്നെ കണ്ടുപിടിക്കാനായിട്ടുണ്ട്. നമുക്ക് തന്നെ എന്തോരം ആചാര്യന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു, ഈ നാറാണത്ത് തമ്പുരാൻ,
ഉച്ച വരെ കല്ല് മുകളിലേക്ക് ഉരുട്ടി കയറ്റിയിട്ട് ഉച്ചയ്ക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് കല്ല് ഉരുട്ടി വിടുക, അതന്നെ മനുഷ്യജീവിതം. പ്രത്യക്ഷമായിട്ട് വലത്തെ കാലിലെ മന്ത് ഇടത്തെ കാലിലേക്ക് മാറ്റിത്തരാനാണ് ചുടലഭദ്രകാളിയോട് പറഞ്ഞത്. എൻ്റെ കാലിലത്തെ മന്ത് മാറ്റാൻ പറഞ്ഞില്ല. അപ്പോൾ തന്നെ ആലോചിച്ചൂടെ, നമ്മൾ പറയില്ലേ അനുഗ്രഹം കിട്ടി. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യാണ്. ഈ വരുന്നതിനെ അതേപോലെ സ്വീകരിക്കുന്ന ആളാണ് വീരൻ, ദേവി ഉപാസകൻ എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടൊരു ദേവത നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കഷ്ടങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ അതൊരു ക്ലാരിറ്റി വരുത്തലാണ്. നിങ്ങളെന്താ ചെയ്യുന്നത്? നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്? നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ദേവതേനെ അതിൻ്റെ ഉള്ളിലേക്ക് വിളിക്കും. ദേവതയ്ക്ക് ഇരിക്കാൻ ആ ഫ്രെയിം പോരെങ്കിലോ ദേവത ആ ഫ്രെയിം പൊളിക്കും. എന്നിട്ട് സ്വന്തമായിട്ടൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ആ പൊളിക്കലും സ്വന്തമായിട്ടൊരു ഫ്രെയിം ഉണ്ടാക്കില്ല നമുക്കുണ്ടാവുന്ന കുറച്ച് ഒരു ബുദ്ധിമുട്ട്. ആ സമയം കഴിഞ്ഞാൽ നമ്മൾ കൃത്യത്തിലേക്ക് എത്തും. അപ്പം നമ്മൾ ജപിച്ച് തുടങ്ങാൻ നമ്മൾ ശ്രമം എടുക്കാണ്ട് എങ്ങനെയാണ് ഭയന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റെപ്പ് ദേവിയുടെ അടുത്തേക്ക് വയ്ക്കുമ്പോൾ ദേവി ശരിക്കും പറഞ്ഞാൽ ദേവി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. പരദേവതയുടെയൊക്കെ അവസ്ഥ അറിയില്ലേ? ഒരു വിളി കേൾക്കാം, അമ്മയെന്നൊരു വിളി വിളിച്ചാൽ ഓടി വരും, വിളി കേൾക്കാൻ നിൽക്കുക. വിളി കേൾക്കാനായിട്ടേ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അമ്മ അങ്ങനെ ഇരിക്കില്ലേ, അമ്മ ഉറങ്ങാണ്ട് അതേപോലെ ഇരിക്കുക, ഒരു വിളി വിളിച്ചാൽ ഓടി വരാനായിട്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, ആ വിളിക്കുക അവിടെ ഇരുന്നിട്ട് വിളിക്കാൻ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വിളിക്കരുതേ, ഇങ്ങനെ വിളിക്കരുതേ, ഇങ്ങനെ വിളിച്ചാൽ അങ്ങനെയാവും. സ്വന്തം അമ്മയാണ് ലളിത പരമേശ്വരി, സ്വന്തം അമ്മ തന്നെയാണ്. അതിൽ ശ്രദ്ധ ഉണ്ടായിരിക്കാൻ നിർബന്ധമാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞു ഉച്ചാരണശുദ്ധി, ഈ ആചാര്യന്മാർ ഇപ്പോൾ ഒരുപാട് ആചാര്യന്മാർ അതിനെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഉച്ചാരണശുദ്ധിയോടുകൂടി ഉച്ചാരണശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ പലർക്കും ഇറിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്. ആ ഇറിറ്റേഷൻ മാറ്റി വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അവർ പറയുന്നത് ശരിയാണ്. ആ ഉച്ചാരണശുദ്ധിക്ക് കൃത്യമായ പ്രാധാന്യമുണ്ട്, വിധിക്ക് പ്രാധാന്യമുണ്ട്, എല്ലാറ്റിനും പ്രാധാന്യമുണ്ട്. പക്ഷേ ശ്രദ്ധ ഉണ്ടായാൽ മതി. നമ്മളെ പേര് യഥാർത്ഥത്തിലുള്ള പേരല്ലാതെ വേറെ രീതി നമ്മൾ പേര് വിളിച്ചാൽ നമുക്ക് പോലും അലോസരപ്പെടും. ആണ്, സത്യമല്ലേ? അപ്പം നമ്മൾ സുഭാഷിണി എന്ന് വിളിക്കുന്ന അത് സുഭാഷ് എന്ന് അങ്ങനെ വിളിക്കുക, അല്ലെങ്കിൽ സുഭാഷ് എന്ന് വിളിക്കുക, സുഭാഷ് എന്ന് വിളിക്കുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം തന്നെ. പക്ഷേ അങ്ങ് പറഞ്ഞ പോലെ ആ ശ്രദ്ധ ഉൾക്കൊണ്ടുക തന്നെ നമ്മളെ വിധിപ്രകാരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഫലങ്ങൾ അതിന് കിട്ടുന്നുള്ളതാണ് അങ്ങയുടെ ഒരു ഉണ്ട്. പിന്നെ അതിലൊരു പോയിന്റ് കൂടി, ഇപ്പോൾ ഈ പേര് പറഞ്ഞ് വിളിക്കുന്നതിലൊരു ചെറിയ കാര്യം കൂടി ആഡ് ചെയ്യാം. അത് നമ്മളുള്ള ബന്ധത്തിനെ ആശ്രയിച്ചിരിക്കും വിളി. അതുണ്ടല്ലേ? അപ്പോൾ ദേവിയോട് സ്നേഹം ഭയങ്കരമായിട്ട് സ്നേഹത്തിൽ പണ്ട് മറ്റേ മൂകാംബിയിൽ ഒരു കഥ പറഞ്ഞു അങ്ങ് പറയാറുണ്ടല്ലോ. മൂകാംബിയിൽ ഏതോ ഒരാൾ അങ്ങയോടൊപ്പം പോയിട്ട് പുറത്ത് നിന്ന് ഉള്ളിലേക്ക് വിളിച്ച് നടന്നു കയറിപ്പോയില്ലേ ഉള്ളിലേക്ക്. ഞാൻ പറയാൻ വന്ന കഥ നമ്മുടെ അകവൂർ ചാത്തൻ്റെ ഒരു കഥ ഐതിഹ്യമലയിൽ വായിച്ചിട്ടുണ്ട്. അതായത് അകവൂർ ചാത്തൻ അവിടെ ഇങ്ങനെ രാവിലെ ആകുമ്പോൾ ചാത്തൻ്റെ വീടും തമ്പുരാൻ്റെ വീടും തൊട്ടടുത്താണ്ട് രാവിലെ ഗായത്രി ഉപാസന ചെയ്യും തമ്പുരാൻ. അപ്പോൾ രാവിലെ നേരത്തെ ഇട്ട് ഗായത്രി ഉപാസന ചെയ്യുന്ന ചാത്തനെ ഒരു ദിവസം കാണാനിടയായി. അപ്പോൾ ചാത്തൻ ചെന്ന് ചോദിച്ചു, തമ്പ്ര എന്താ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ ആദ്യത്തെ ഇപ്പോഴത്തെ ഒരു ഈ കോണ്ടാക്സ്റ്റ് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ചോദിച്ചു, അല്ല എന്നാലും ഒന്ന് പറഞ്ഞു കേൾക്കാൻ, ഗായത്രി ഉപാസനയാണ്. ഗായത്രി എന്ന് പറഞ്ഞാൽ എന്താ? അതിപ്പോൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ കൂടുതൽ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല, ചുണ്ടി പിടിപ്പിക്കാണ്ട് കടന്നു പോകാമെന്ന് പറഞ്ഞു. അല്ല എന്നാലും ഒന്നും അറിവില്ലാത്തത് കൊണ്ട് ചോദിക്കല്ലേ. അപ്പം തമ്പുരാനൊരു രസം കരുതി. തമ്പുരാൻ പറഞ്ഞു, അതിങ്ങനൊരു ദേവതയാണെന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ചാത്തനത് മനസ്സിലായില്ല. അപ്പോൾ ഗായത്രിയെ കണ്ട എങ്ങനെ ഇരിക്കും? അപ്പോൾ തമ്പുരാൻ അങ്ങോട്ട് ദേഷ്യമായി പറഞ്ഞു, നമ്മുടെ മാടമ്പോത്തില്ലേ അതുപോലെ ഉണ്ടാവും പറഞ്ഞു. അങ്ങനെയാണോ? എന്നാൽ ശരി, അതിൻ്റെ മന്ത്രം എടുത്ത് തരിക, ഞാൻ തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ ചാത്തന് ഗായത്രി മന്ത്രം കൊടുത്തു. രാവിലെ 3 മണിക്ക് ചാത്തൻ എണീറ്റ് ഗായത്രി ഉപാസന തുടങ്ങി. കുറേ ദിവസം കഴിഞ്ഞിട്ട് ചാത്തൻ്റെ മുമ്പിൽ ഗായത്രി പോത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷമായി, സ്വർണ്ണ നിറത്തിലൊരു പോത്ത്. അപ്പോൾ ചാത്ത അവിടെ മുമ്പിലും പോത്തിനെയും കൊണ്ടാണ് പോവുക. അപ്പോൾ ഒരു ദിവസം നമ്പൂതിരിയും ഈ പറയുന്ന നമ്പൂതിരി എന്നല്ല തമ്പുരാനും ചാത്തനും കൂടിയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ പറയുന്ന പോലെ 3 പഴം മേടിച്ചു. ഒരു പഴം തമ്പുരാനും ഒരു പഴം എനിക്കും, എന്നിട്ട് ഒരു പഴം ഇങ്ങനെ കാണിച്ചു, നിറ കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ വെച്ച് ഈ പറഞ്ഞ തമ്പുരാൻ വെച്ച്, നീ ആർക്കാ, നിനക്ക് എന്തെങ്കിലും പ്രശ്നം മാനസികമായിട്ട് തുടങ്ങി? അല്ല അന്ന് മന്ത്രം കിട്ടിയതിന് ശേഷം, ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന പോലെ മന്ത്രം കിട്ടിയതിന് ശേഷം ചെറിയ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതെന്താണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇല്ല അത് തമ്പുരാൻ എൻ്റെ ഗുരു, നിങ്ങൾ എന്തായി പറഞ്ഞ് കാണാനില്ലേ, ഇതാ നിൽക്കണു പരബ്രഹ്മം വന്നിരിക്കുന്നു, ഗായത്രി പരബ്രഹ്മല്ലേ ഈ നിൽക്കുന്നത്, പരബ്രഹ്മോപാസനയല്ലേ, ഇതാ പരബ്രഹ്മം വന്നിരിക്കണം. പരബ്രഹ്മോ? എനിക്കൊന്നും കാണാല്ലേ. അപ്പോൾ പറഞ്ഞു, എൻ്റെ തൊട്ടടുത്തേക്കുണ്ട്. അപ്പോൾ പറഞ്ഞു, എന്നെ തൊട്ടിട്ടൊന്ന് നോക്കിക്കോളൂ പറഞ്ഞു. തൊട്ടിട്ട് നോക്കണം എന്നാണേ. അപ്പോൾ മൂപ്പർക്ക് ഇന്നൊന്ന് നോക്കിയേക്കാന്ന് പറഞ്ഞിട്ട് തൊട്ടിട്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ തൊട്ടടുത്ത് സ്വർണ്ണ നിറത്തിലൊരു പോത്ത് നിൽക്കണം. അപ്പോൾ അവിടെ ഈ വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ ശക്തി കൂടിയാണ് ഈ കഥ. ഇത് കഥയാണ്, വിശ്വാസത്തിൻ്റെ ശക്തി എന്നുള്ളതാണ് ഈ കഥ. ഇതേപോലെ തന്നെ കാട്ടിലിരുന്നിട്ട് ധ്യാനിച്ച ഒരു യോഗിയുടെ മുന്നിൽ ഒരു വേടൻ വരിക. വേടൻ വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യം, ഇത് 2 കോണ്ടെക്സ്റ്റും ചേർത്ത് വായിച്ചാലേ ഇതിനൊരു ഉത്തരവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ ഇയാൾ വേടനാണ്, കാട്ടിലെല്ലായിടത്തും പോയി എല്ലാ മൃഗങ്ങളെയും വേട്ടയാടുന്നത്. അപ്പോൾ പറഞ്ഞു, എന്താണ് അങ്ങ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്? അപ്പം എന്തിനെയാണ് അങ്ങ് ഉപാസിക്കുന്നത്? അപ്പോൾ പറഞ്ഞു,
കടന്നു പോക്കോ, എൻ്റെ ശാപം മേടിക്കുന്ന കണ്ട, വണ്ടി വിട്ടോ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല, ഇതെന്ന് പറഞ്ഞെന്നുള്ളൂ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നരസിംഹം അതെന്താ സാധനം, പകുതി മുഖം സിംഹത്തിൻ്റെ പോലെ ശരീരം, അങ്ങനൊരു ജീവി കാട്ടിലില്ല, വെറുതെ സമയങ്ങളുടെ ഇവിടുന്ന് വിട്ടോളി, അങ്ങനൊരു ജീവി കാട്ടിലില്ല. അപ്പോൾ പറഞ്ഞു ഇല്ല, അല്ല ഉണ്ട്. ഇന്ന് രാത്രി സൂര്യാസ്തമിക്കുന്നതിന് മുന്നേ ആ ജീവിനെ പിടിച്ച് കെട്ടിക്കൊണ്ട് അങ്ങയുടെ മുന്നിൽ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ, എൻ്റെ തല ഞാൻ അവിടെ വെട്ടിവെക്കുന്നു. കാരണം ആ ജീവി കാട്ടിലില്ല, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ മൂപ്പർ അന്വേഷിച്ച് ഈ ജീവിനെ അങ്ങനെ അന്വേഷിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തി, അതിനെ കണ്ടേ അടങ്ങും എന്നുള്ള അത്രയും ശക്തമായ ഒരു പറയുന്ന ഉത്കടമായ ഒരു ആവേശത്തോടു കൂടി ഇദ്ദേഹം നടന്ന് അവസാനം സന്ധ്യ ആവാറായപ്പോൾ കത്തിയെടുത്തു, കഴുത്തിൽ വെച്ചപ്പോൾ ദേ വന്നു നിൽക്കണം, നരസിംഹ മുമ്പിൽ വന്നു പറഞ്ഞു ഇങ്ങോട്ട് വാട, അന്നെ നോക്കിയിട്ടാണ് ഞാൻ നടക്കണമായിട്ട് മരത്തിൻ്റെ വള്ളിയൊക്കെ എടുത്തിട്ട് മൂപ്പരെ കെട്ടി എന്നിട്ട് പിടിച്ച് വലിച്ച് ഇങ്ങനെ വരിക. എന്നിട്ട് വന്നിട്ട് യോഗിയുടെ മുന്നിലെത്തി, നിങ്ങൾ പറഞ്ഞ എനിക്ക് ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്, അങ്ങനെ ജീവി ഉണ്ട്, ഇതാ നിൽക്കണം. അപ്പോൾ യോഗി നോക്കുക, എവിടെ കുറേ വള്ളി ഇങ്ങനെ എയറിൽ നിൽക്കുന്ന കാണാണ്ട്, വേറെ ഒന്നും കാണില്ല. അപ്പോൾ പറഞ്ഞു അല്ല ഇതാ നിർത്തിയിറക്കണം. അപ്പോൾ നോക്കൂ, ഈ കൃത്യമായിട്ട് അതിൻ്റെ നോളേജ് ലഭിക്കാത്ത ഒരാൾക്ക് നരസിംഹത്തിനെ കണ്ടുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായതുമില്ല. എന്നാൽ ഇത് പറഞ്ഞ് എന്താണ് പറയുക, കൃത്യമായിട്ട് വിധിപ്രകാരം പോയ ഒരാൾക്ക് നരസിംഹത്തിനെ കാണാനും പറ്റിയില്ല. ആദ്യത്തെ കഥയിലാണെന്നുണ്ടെങ്കിലോ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് എന്ത് സംഭവിച്ചു, മാടം പോത്ത് പരബ്രഹ്മത്തിൻ്റെ രൂപത്തിൽ വരും ചെയ്തു. അവിടെയും കൂടുതൽ ചിട്ട പാലിക്കുക എന്നുള്ളതല്ല, ശ്രദ്ധയും സമർപ്പണം വളരെ ഇമ്പോർട്ടൻ്റ് ആയതില്ലേ, എല്ലായിടത്തും എല്ലാ ജീവിതത്തിലും ശ്രദ്ധയും സമർപ്പണം ഉണ്ടായിരിക്കണം. ഒരു ബിസിനസ് ചെയ്യാച്ചാൽ അത് വേണ്ടേ, ശ്രദ്ധ വേണം. ശ്രദ്ധയില്ലെങ്കിൽ എന്താ സംഭവിക്കുക, നഷ്ടം വരില്ലേ. ഒരു ജോലി ചെയ്യാച്ചാൽ ജോലി പോയില്ലേ. ശ്രദ്ധയും സമർപ്പണം എല്ലാ ജീവിതം ഉടനീളം. അതാണ് ബി അവെയർ, ജാഗ്രത. ഒറ്റ വാക്കാണ്, ഉത്തിഷ്ഠത ജാഗ്രത എന്ന് വെറുതെ അല്ല അദ്ദേഹം പറഞ്ഞത്. വിവേകാനന്ദ സ്വാമി വെറുതെ ആണോ പറഞ്ഞത്, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യരാവാൻ നിബോധിത എന്ന് പറഞ്ഞത് വെറുതെ അല്ലല്ലോ. ജാഗ്രത ഉണ്ടായിരിക്കണം, ജാഗ്രതയോടുകൂടി ഇരിക്കുക. ആ ജാഗ്രത ജപിക്കുമ്പോൾ നന്നായിട്ടുണ്ടായിരിക്കണം. അതാണ് നമ്മൾ ഉറക്കം തൂങ്ങി ജപിക്കരുതാണ്. ഉറക്കം തൂങ്ങുമ്പോൾ ഇതിനൊക്കെ സ്ലിപ്പ് വരും. പക്ഷേ സ്വാഭാവികമായിട്ടൊരു ബന്ധം ഉണ്ടായ ഒരാളുടെ അടുത്ത് ദൈവം വരും, എടാ മതിയാക്ക്, പോയി കിടന്ന് ഉറങ്ങ്, നാളെ മതി എന്ന് പറയും. നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നും. ഇൻറ്റ്യൂഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ദൈവത്തിൻ്റെ കത്തുകൾ വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇൻബോക്സ് നോക്കിക്കഴിഞ്ഞാൽ സ്പാം മെയിലിൽ ഏറ്റവും കൂടുതൽ കിടക്കേണ്ടാവും ദൈവത്തിൻ്റെ കത്തായിരിക്കും. ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ സ്പാം മെയിൽ ചെക്ക് ചെയ്യൂലല്ലോ, കൂട്ടത്തോടെ ഡിലീറ്റ് ചെയ്യല്ലേ. അത് ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ കത്തുകൾ വായിക്കാനായിട്ട് നമ്മൾ തുറന്ന് മനസ്സോടുകൂടി ഇരിക്കണം. അങ്ങനെ പറഞ്ഞു നിർത്തിയപ്പോൾ നമ്മൾ ഈ ലളിതാ സഹസ്രനാമത്തിലെ പല നാമങ്ങളും വളരെ ജെൻറ്റിലായിട്ട് ഫീൽ ചെയ്യുന്ന നാമങ്ങളുണ്ട്. ചില നാമങ്ങൾ വളരെ പേടിപ്പെടുത്തുന്ന, ആ വാക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏതോ ദൈവയുടെ ഒരു ഭീകര രൂപത്തിൻ്റെ ഫീൽ നമുക്ക് തോന്നുന്ന രീതിയിലും വരുന്ന രീതിയിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ സ്വാന്തനിപ്പിക്കുന്ന ചില വാക്കുകളുണ്ട്. അതേപോലെ നമ്മളെ ചില സമയത്ത് പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു കോൺസെപ്റ്റിലും വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങൊരു ഉപാസകൻ എന്ന നിലയിൽ ഒരു ഉപാസകൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു കമ്പോസറാണ് അല്ലേ, മ്യൂസിക് കമ്പോസറാണ് ഉപാസകൻ. അപ്പോൾ അങ്ങ് ഇതിനെ എങ്ങനെയാണ് ഡീകോഡ് ചെയ്യുന്നത്? ഈ ഒരു നാമങ്ങൾ ഇങ്ങനെ സിക്സ് ആക്കായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവനെ എങ്ങനെയാണ് നമ്മൾ വിസിബിളായിട്ടുള്ള അങ്ങനെ ആടിയും പൊന്തിയും നിൽക്കുന്നതാണ്. അപ്പോൾ എല്ലാ തലത്തിലേക്കും നാമം പോകുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ പറയുന്നത് നമുക്ക് ജീവിതത്തിനെ പറ്റി പറയുന്നു, ചില സമയത്ത് മോക്ഷത്തെ പറ്റിയാണ് പറയുന്നത്. ഈ ഒരു അന്തരങ്ങളിലൂടെയുള്ള യാത്ര അങ്ങ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെക്സ്റ്റും കൂടിയാണ് ലളിതാസഹസ്രം അല്ലേ. അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുക, എൻ്റെ ഡേ ചൊല്ലുക, അങ്ങനെ ഒരുപാട് ഉദ്യമങ്ങൾ, ചിലപ്പോൾ ഭ്രാന്തമായ ഉദ്യമങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അങ്ങ്. അപ്പം അങ്ങനത്തെ ഒരു ഉപാസകൻ എന്ന നിലയിൽ അങ്ങ് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ലളിത പറഞ്ഞ വാക്കുകൾ എനിക്ക് വരില്ല ശരിക്കും. അത്രയും ഇമോഷണലായി പോകുന്നൊരു ഏരിയയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് നോക്കിയാലും അയാളുടെ വിഷയത്തിലൂടെ ലളിത പോവുക. ഇപ്പം ആയുർവേദം ചെയ്യുന്നൊരു ഡോക്ടർ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ആയുർവേദം കാണാതിൽ മുഴുവൻ ആയുർവേദമായിരിക്കും. എല്ലാ ആയുർവേദം മരുന്നുകളുടെ കൂട്ടമൊക്കെ അതിൽ കാണാൻ പറ്റും. സൈക്കോളജി പഠിക്കുന്ന ആൾ നോക്കിയാൽ സൈക്കോളജിക്കലായിട്ട് അത് പോവുക. യോഗി അദ്വൈത വേദാന്തം പഠിക്കുന്ന ആൾ അദ്വൈതം, തന്ത്രം നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ തന്ത്രം, എല്ലാ തന്ത്രം ഉണ്ടായില്ല. ഇനി ഇത് മാത്രമല്ല, ശാസ്ത്രം പഠിക്കുന്ന ഒരാൾ നോക്കിയാൽ ശാസ്ത്രം, അതായത് നമ്മൾ സയൻസ് ശാസ്ത്രം കാണാനില്ല. ഇപ്പോൾ അനേക കോടി ബ്രഹ്മാണ്ട ജനന്യം, നമുക്ക് അനേക കോടി ബ്രഹ്മാണ്ടം ഉണ്ട് എന്ന് അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സയൻസ് ഇവിടെ എത്തണേ ഉള്ളൂ. നമ്മുടെ മിൽക്കി വേ അല്ലാതെ ഇനിയും ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ട് എന്ന്, അനേക കോടി ബ്രഹ്മാണ്ട ജനന്യ നമഃ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ സയൻസും ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്.
എന്താ അതിലില്ലാത്ത, ഇനിയിപ്പോൾ ഇതിലെന്താ, ഇപ്പോൾ ഈ ലളിതയിൽ ഇല്ലാത്ത എന്താ, നമുക്ക് എന്താ ഇനി എക്സ്ട്രാ എന്താ വേണ്ടത്, എന്ത് മന്ത്രമാണ് വേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും? ഈ ലളിത പരമേശ്വരിയുടെ ലളിത സഹസ്രനാമം ഇങ്ങനെ വിരിഞ്ഞ താമരയായിട്ട് നിൽക്കുന്ന സമയത്ത് അതിലേക്ക് നോക്കിയാൽ പോരെ, അത് മാത്രം ചെയ്യുന്ന ഒരാൾക്ക് അത് മാത്രം മതി ജീവിതത്തിലെല്ലാം നേടാനായിട്ട്, എല്ലാ തലങ്ങളിലൂടെയും കടന്നു പോകാനായിട്ട്. ഇപ്പോൾ കുറച്ച് മുന്നേ അങ്ങ് ചോദിച്ച ചോദ്യത്തിൽ നമ്മൾ ഈ അപരാജിത സ്തുതി എന്ന് പറയുന്നൊരു സ്തുതിയുണ്ട് ദേവി മഹാത്മ്യത്തിൽ. അതിൽ പറയുന്നില്ല, യാ ദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥ നമസ്തസി നമസ്തസി ലജ്ജ വന്നില്ലേ, ലജ്ജ. അതാണ് ഇങ്ങനെ എടുത്ത് അതിലെല്ലാം പറയുന്നുണ്ടല്ലോ, നമ്മുടെ എല്ലാ ഗുണങ്ങളെയും ദേവിക്ക് ഇതായിട്ട് തന്നെ അനുഗുണമായിട്ട് തന്നെയല്ലേ പറയുന്നത്. അതിന് എൻ്റെ ഒരു മനസ്സിലാക്കിയൊരു തലത്തിലാണ് പറയുന്നത്. ഇതിൻ്റെ ശാസ്ത്രാർത്ഥത്തിലേക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ കൃത്യമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ അനുഭവ ഗുണത്തിനാണ് കൂടുതലും, സ്വാനുഭവമാണ് പ്രമാണം. എൻ്റെ സ്വാനുഭവത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ശാസ്ത്രാർത്ഥം യോജിപ്പിക്കാനുള്ള ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. അതെപ്പോഴും ഉണ്ടായിരിക്കണം. ശാസ്ത്രാർത്ഥം ആവശ്യമാണ്, വളരെയധികം ആവശ്യമാണ്. എല്ലാം കൃത്യമായി പറഞ്ഞു തരാൻ പറ്റുന്ന നല്ല ആചാര്യന്മാർ ഇന്നും ഉണ്ടല്ലോ. നമുക്ക് അവരെയൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശാസ്ത്രാർത്ഥം പഠിക്കാം. പക്ഷേ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് സ്വാനുഭവത്തിന്. ആ സ്വാനുഭവം മറ്റുള്ളൊരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുക. സ്റ്റോറി പറയുക എന്നുള്ളത് ഒരു ഘട്ടമാണ്, അതൊരാളെ ഇൻസ്പയർ ചെയ്യാനാണ്, ഈ പറയുന്ന പ്രോസസ്സിലേക്ക് വരാൻ, അല്ലേ? അതൊരു മാർക്കറ്റിംഗ് തന്ത്രം ആണ് സ്പിരിച്വാലിറ്റിയുടെ. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴുള്ള പ്രോസസ്സ് നമ്മളല്ലേ, കരിമല കയറ്റം കഠിനം എന്ന അയ്യപ്പ എന്നല്ലേ പറയുന്നത്. കരിമല കയറ്റം കുറച്ച് കഠിനം, മുകളിലെത്തിക്കഴിഞ്ഞാൽ സ്വാമിയേ ശരണം അയ്യപ്പ, ആ തത്വമസിയായി അവിടെ. എന്താ പറയുക, തത്വമസി ഞാൻ തന്നെ മറന്നുള്ളത്. പിന്നെ ആ വേദനയൊക്കെ മറന്ന് പിന്നെ തിരിച്ചു വരാൻ തോന്നില്ല. കണ്ണിന്ന് കരഞ്ഞിട്ടാണ് മനുഷ്യന്മാർ തിരിച്ചിറങ്ങുന്നത്. വിവാദങ്ങളൊക്കെ നമുക്ക് പറഞ്ഞേക്കാം, പക്ഷേ അയ്യപ്പനെ മാത്രം നോക്കിയാൽ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ മറ്റൊന്നും കാണരുത്, അവിടെ ദേവതയെ മാത്രമേ കാണാവൂ. അവിടെ നടക്കുന്ന മറ്റൊന്നിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ദേവതയെ ശ്രദ്ധിക്കൂ. ഒരു ആചാര്യനെ, ഒരു ഗുരുവിനെ കാണുമ്പോൾ ആ ഗുരുവിൽ നിന്നും സ്വീകരിക്കപ്പെടേണ്ട സാധനങ്ങളെ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കൂ. അയാളൊരു മനുഷ്യനാണ്, അയാൾക്ക് ഒരുപാട് മറ്റു കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാം. മാനുഷിക തലത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവാം. നിങ്ങളിതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയെന്നൊക്കെ ചോദിക്കേണ്ട. യോഗ ചെയ്തിട്ട് തലവേദന വരാൻ പാടുന്നൊക്കെ ചോദിച്ചവരൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. തലവേദനയും യോഗയും തമ്മിൽ ഒരു ബന്ധമില്ല. തലവേദന വരാം, അസുഖം വരാം. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ല, അസുഖമൊക്കെ സംഭവിക്കാം, അത് സംഭവിക്കാവുന്നതാണ്. സാധകന പ്രശ്നങ്ങൾ വരാം. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ അതിന് പറയുക, ഇത്രയും സാധനം ചെയ്തിട്ട് ഇന്ന ആൾക്ക് ക്യാൻസർ അല്ലേ വന്നത്? അപ്പോൾ ഞാൻ ചോദിച്ചു, അത് അദ്ദേഹത്തിൻ്റെ കർമ്മയോഗം അദ്ദേഹം ഏറ്റെടുത്തതാണ്. ക്യാൻസറിനെ മാറ്റാനല്ല അദ്ദേഹം സാധന ചെയ്തതേ. കുറച്ച് മുന്നേ പറഞ്ഞ നാരായണത്ത് ഭ്രാന്തൻ്റെ പോലുള്ള ഭ്രാന്തമായ സാധനം, ഇപ്പം അങ്ങ് ഈ ഭ്രാന്തമായ സാധനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ 10 മിനിറ്റിൽ ശീർഷാസനത്തിൽ നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കിയ ഒരാളാണ് ഞാൻ. 10 മിനിറ്റ്. അപ്പോൾ ഞാനിങ്ങനെ അലാറൊക്കെ വെച്ച് 10 മിനിറ്റ് ശീർഷാസനം ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ ശരിക്കും പിന്നീടാണ് അറിഞ്ഞാൽ ചെയ്യാൻ പാടില്ല, ചെയ്ത് കഴിഞ്ഞാൽ മരിച്ചു പോകുന്നു. പക്ഷേ ഞാൻ മരിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് സമാധാനമായി. പക്ഷേ ഇത് ചെയ്യേണ്ടെന്ന് മറ്റേൽ പറയില്ലേ, WWF ഒക്കെ പണ്ട് കണ്ടിരുന്നപ്പോൾ നമ്മൾ എഴുതി കാണിക്കില്ലേ, ഇതൊന്നും വീട്ടിൽ അനുകരിക്കരുതെന്ന്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇതൊക്കെ കേൾക്കുന്നവരൊന്നും അനുകരിക്കാനൊന്നും നിൽക്കണ്ട. പക്ഷേ ഞങ്ങളിതൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ട് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ട് ആ തെറ്റുകളിൽ നിന്നും ശരികളെ കണ്ടെത്താനുള്ളൊരു പ്രോസസ്സ് നമ്മുടെ ഉള്ളിലൂടെ തന്നെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി നമ്മൾ തന്നെയാണ്. വായിക്കാൻ ഏറ്റവും രസമുള്ള പുസ്തകവും നമ്മൾ തന്നെയാണ്. ഏറ്റവും മനോഹരമായ പുസ്തകവും നമ്മൾ തന്നെയാണ്. ഏറ്റവും മനോഹരമായിട്ട് എൻജോയ് ചെയ്യേണ്ടത് നമ്മളെ തന്നെ എൻജോയ് ചെയ്യണം. ഇഫ് യു ആർ നോട്ട് അറ്റ് ഓൾ എൻജോയിങ് യുവർ സെൽഫ്, യു കനോട്ട് എൻജോയ് നത്തിങ്. ഇഫ് യു കനോട്ട് ലവ് യുവർ സെൽഫ്, യു കനോട്ട് ലവ് നത്തിങ്. പറ്റില്ല. അപ്പോൾ ദേവിക്ക് സ്വന്തം ജീവിതം സന്തോഷമുള്ളവരേനെ ദേവി അത് പരിപോഷിപ്പിച്ചു കൊടുക്കും, ദുഃഖമുള്ളവനെ ദേവി അത് പരിപോഷിപ്പിച്ചു കൊടുക്കും. അപ്പം ദേവിയുടെ പ്രശ്നമാണോ? നിങ്ങൾ ദേവിയുടെ മുമ്പിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ദുഃഖങ്ങളാണ്. അപ്പോൾ ദൈവം സന്തോഷമായില്ലേ, എടുത്തോളൂ. സന്തോഷം വയ്ക്കും. ഗ്രാറ്റിറ്റ്യൂഡാണ് കൊടുക്കേണ്ടത് ദേവിയുടെ മുമ്പിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, അച്ഛനും അമ്മയൊക്കെ നിൽക്കുന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിക്കുക, നല്ല ബുദ്ധി ഉണ്ടാവണേ. നല്ല ബുദ്ധി ഉണ്ടാവാത്ത പ്രശ്നം ദേവിയുടെയാണോ? നമ്മുടെ പ്രശ്നമല്ലേ? അച്ഛനും അമ്മയുടെയും പ്രശ്നം, ജെനറ്റിക്കൽ പ്രശ്നമല്ലേ അത്? അതിന് ദേവി എന്ത് പഠിച്ചു? എൻ്റെ കുട്ടിയുടെ ബുദ്ധിയെ പ്രോജ്വലിപ്പിക്കണേ ദേവി, അവനിപ്പോൾ ഉള്ള ഈ തലമുറയെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കണേ ദേവി എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പറഞ്ഞില്ലേ, ജെൻ സി, ജെൻ ആൽഫ, വളരെ നമ്മുടെ മൊബൈലൊക്കെ കൊടുത്താൽ അവർ കൃത്യമായിട്ട് ഓപ്പൺ ചെയ്ത് തരും, ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട്. നമുക്ക് പറ്റിയിരുന്നു. നമുക്കൊരു 1100 പോലും ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു. ഫോൺ വിളിക്കാൻ അറിയാത്തൊരു തലമുറയായിരുന്നു. അവിടുന്ന് പിള്ളേർ വളരെ അവരുടെ മുമ്പിലേക്ക് കൊടുക്കുന്ന കണ്ടൻറ്റ് കുറച്ചും കൂടി മെത്തായിട്ടിരിക്കണം. ഇനി സനാതന ധർമ്മത്തിൻ്റെ ഒരു 2.0 വേർഷൻ ഈ ജെൻ സി, ജെൻ ആൽഫയെ കൂടെ സംഭവിക്കും. സത്യമായിട്ട് സംഭവിക്കും.